Thank you so much for joining. I am Indu Abhilash, hosting today's session. Thank you so much for joining. And one most important thing is that we have reached part 8 of Fluency Live. This is only because of you. നിങ്ങളുടെ ഒരു encouragement, നിങ്ങളുടെ ഒരു motivation, comments, feedback. This all encouraged me a lot. So thank you so much and keep supporting us. There are a lot of live sessions coming. So keep supporting us. Okay. So as usual, let us go to our slides. Yeah. Okay, so topics covered in part 7. എപ്പോഴും ഞാനൊരു നമ്മുടെ പ്രീവിയസ് സ്ലൈഡ് എന്തൊക്കെയാണ് പഠിച്ചതെന്നുള്ളൊരു ജസ്റ്റ് ഒരു ഗ്ലാൻസ് ചെയ്യും. അതുകൊണ്ട് ഈ പ്രാവശ്യം ഞാൻ കഴിഞ്ഞ സ്ലൈഡിൽ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളതാണ് കാണിക്കുന്നത്. സോ ഇറ്റ് ഈസ് വിത്ത് റിഗാർഡ് ടു ദി വോയിസ്, ദ ഇമ്പോർട്ടൻസ് യു ഗിവ് ഫോർ ദി വോയിസ് ആൻഡ് ദി ബോഡി ലാംഗ്വേജ്. ഫീച്ചേഴ്സ് ഓഫ് ബോഡി ലാംഗ്വേജിനെ കുറിച്ച് പറഞ്ഞിരുന്നു, പോസിറ്റീവ് ബോഡി ലാംഗ്വേജ് ആൻഡ് നെഗറ്റീവ് ബോഡി ലാംഗ്വേജ്. ഓക്കെ, സോ ഇതൊക്കെയായിരുന്നു നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, if we speak in front of people, that is when we start to speak, so speaking എങ്ങനെ ആയിരിക്കണം. ഓക്കെ, നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? വെർബൽ ലാംഗ്വേജ്, നമ്മുടെ പ്രിപ്പറേഷൻ, അതുപോലെ നമ്മുടെ ബോഡി ലാംഗ്വേജ്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തതും എന്തൊക്കെയാണ് ഫോക്കസ് ചെയ്യേണ്ടതും. സോ ദീസ് തിങ്സ് വി ഹാവ് സീൻ ഇൻ അവർ ലാസ്റ്റ് സെഷൻ. ഓക്കെ, പാർട്ട് 7. So let me just take you through my today's session. The first session comes with a motivation quote. Okay, so let's stay motivated. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫിയറിനെ കുറിച്ചാണ്. We always have some fear. Okay, let it be anything, but that stops us growing, that stops us saying that I'm capable of something. പലപ്പോഴും എനിക്കുള്ള ഒരു കഴിവ്, എനിക്കുള്ള ഒരു പൊട്ടൻഷ്യൽ ഞാൻ കാണാതെ പോകുന്നത് ഇറ്റ് ഇസ് നോട്ട് ബിക്കോസ് ഐ ഹാവ് ദറ്റ് ഇന്നബിലിറ്റി, ഒരിക്കലും അല്ല. അത് പക്ഷേ ചിലപ്പോൾ നിങ്ങളുടെ ഫിയർ ആയിരിക്കാം നിങ്ങളിൽ നിന്ന് അത് മറയ്ക്കുന്നത്. സോ എവറിത്തിങ് യു വോണ്ട് ഈസ് ഓൺ ദ അതർ സൈഡ് ഓഫ് ദ ഫിയർ. നമ്മൾക്ക് എന്താണ് നേടേണ്ടത്, എന്താണ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യം, എന്താണ് ഞാൻ നേടി അടുത്ത ലെവലിലേക്ക് പോകേണ്ടത്. എവറിത്തിങ് ഡിപ്പെൻഡ്സ് വെൻ യു ജസ്റ്റ് ടേക്ക് ഓഫ് ദറ്റ് ഫിയർ. സോ ഇറ്റ് ഇസ് ജസ്റ്റ് വെയിറ്റിംഗ് ഔട്ട്സൈഡ് ദ ഫിയർ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ലെറ്റ് മീ ജസ്റ്റ് സേ ഹായ് ടു മൈ സ്റ്റുഡൻസ്. ലിൻറ്റ റോബിൻ ഹായ്, തൃഷ റിനു ഹായ്, താങ്ക് യു സോ മച്ച്. ട്രീസ റിനു താങ്ക് യു സോ മച്ച്. സോ ഇത് മറക്കരുത്, നമ്മുടെ ഫിയർ നമ്മൾക്ക് തീർച്ചയായിട്ടും എടുത്താൽ മാത്രമേ വി ക്യാൻ സി ആർ പൊട്ടൻഷ്യൽ, വി ക്യാൻ സി ആർ എബിലിറ്റി ടു ഡു സംതിങ്. യെസ്, ഓഫ് കോഴ്സ് മെയിനായിട്ട് ഫ്ലുവൻസി എന്ന് പറയുന്നതും നമ്മുടെ OET ആൻഡ് IELTS സ്പീക്കിംഗ്, ദിസ് ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി എക്സാംസ്. ഓക്കെ, ഓൾ ദിസ് ഡിപ്പെൻഡ്സ് ഓൺ സ്പീക്കിംഗ് ഒരു മോഡ്യൂളാണ്. ഓക്കെ, ഇൻ ദറ്റ് ക്രൈറ്റീരിയ വെൻ യു ഹാവ് ടു സ്പീക്ക് സംതിങ്, വെൻ യു ഗെറ്റ് എ ടാസ്ക് ഓർ ക്യൂ കാർഡ്, വെൻ യു സ്പീക്ക് the first thing which comes is fear. That is like we always say, എനിക്ക് പേടിയാണ് എന്നുള്ളൊരു ചെറിയ ഒരു കാര്യം പറയാറുണ്ട്. ഓക്കെ, ആ പേടി എടുത്ത് മാറ്റാൻ മാത്രമേ യു ക്യാൻ സീ ദ ടാസ്ക് ഈസ് സോ ഈസി, യു ക്യാൻ വെരി വെൽ ടേക്ക് ഇറ്റ്, യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്, യു ക്യാൻ റിയലി ഇൻട്രാക്ട് വിത്ത് ദ ഇൻ്റർലോക്യൂട്ടർ എന്നുള്ള കാര്യം നിങ്ങൾക്ക് വരുന്നത്. ഫോർ എക്സാമ്പിൾ ഫ്ലുവൻസി ആണെങ്കിലും ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിച്ചിട്ട് വെൻ യു അപ്പിയർ ഫോർ എൻ ഇൻ്റർവ്യൂ ഓർ വെൻ യു സിറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഇൻ്റർവ്യൂവർ ടു അറ്റൻഡ് ദറ്റ് ഇൻ്റർവ്യൂ, യു നീഡ് ടു ഹാവ് that is like you need to focus on what you speak and what they are going to ask. ഓക്കെ, അപ്പോൾ ആ ശരിക്കും അവിടെ ഒരു ഇൻട്രാക്ട്നെസ് വരുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫിയർ മാറ്റുമ്പോഴാണ്. സോ ഈ ഫിയർ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ ഒരു ദാറ്റ് ഈസ് ലൈക്ക് എപ്പോഴും ഉണ്ടാവും, ഇല്ലെന്ന് പറയുന്നില്ല. ബട്ട് യു ഷുഡ് നോ ഹൗ ഇമ്പോർട്ടൻറ്റ് ഇറ്റ് ഈസ് ഫോർ യു ടു റിമൂവ് ദ ഫിയർ. ഓക്കെ, സോ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എവറിത്തിങ് യു വോണ്ട് ഈസ് ഓൺ ദ അതർ സൈഡ് ഓഫ് ദ ഫിയർ. എന്ത് നമുക്ക് നേടണമെന്നുണ്ടെങ്കിലും നമുക്ക് നേടാൻ പറ്റും, പക്ഷേ അത് നമ്മുടെ ഫിയറിൻ്റെ മറ്റേ സൈഡിലാണുള്ളത്. ആ ഫിയർ നമ്മളെ മാസ്ക് ചെയ്യുമ്പോൾ വി ആർ നോട്ട് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ഐ എം കേപ്പബിൾ ഓഫ്. ഓക്കെ, സോ യെസ്, സോ പ്ലീസ് സ്റ്റേ മോട്ടിവേറ്റഡ് ആൻഡ് പ്ലീസ് ട്രൈ ടു റിമൂവ് ദ ഫിയർ ആസ് സൂൺ ആസ് പോസിബിൾ. ഓക്കെ, ക്യാൻ യു സീ ദിസ്? ഈ ഒരു പിക്ചർ ഒന്ന് നോക്കിക്കേ, ഇതിലെന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ എന്ന്. Okay, so this picture is just a minute. Okay, so ഇതിനകത്ത് ഒരു this person is speaking in front of the mic but he is scared of speaking. Okay, so ഈ ഒരു അവസ്ഥയ്ക്കാണ് നമ്മൾ പറയുന്ന ഒരു പേര് Glossophobia. So I just want to say something about this Glossophobia. This is nothing but the anxiety, the nervousness you have in speaking in front of public. ഓക്കെ, ഓർ ഓഡിയൻസ്, എനി പീപ്പിൾ. അത് ഒരാളാണെങ്കിലും 1000 പേരുണ്ടെങ്കിലും ഒരു 100 പേരുണ്ടെങ്കിലും അവരുടെ മുന്നിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു നെർവസ്നെസ്, ഒരു ടെൻഷൻ, ഇതൊക്കെയാണ് നമ്മൾ പറയുന്ന ഫിയർ എന്ന് പറയുന്നത്. സോ പ്ലീസ് ട്രൈ ടു ടേക്ക് ഓഫ് ദറ്റ് ഫിയർ. ആൻഡ് ദിസ് ഫിയർ ഓഫ് സ്പീക്കിംഗ്, പബ്ലിക് സ്പീക്കിംഗ് ഈസ് കോൾഡ് Glossophobia. Okay, so Manju hi, Anil Gopi Krishnan hi,
Merin, hi. Shiju, hi. Rajesh, Vijay, hi. Adira, hi. So thank you so much for joining. So തീർച്ചയായിട്ടും നമ്മുടെ സ്പീക്കിങ്ങിന് ഫിയർ ഒരു ക്രൈറ്റീരിയ തന്നെയാണ് വിച്ച് വി നീഡ് ടു റിമൂവ്. എന്നാൽ മാത്രമേ നമുക്ക് നന്നായിട്ട് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. ഇറ്റ് ഇസ് നോട്ട് ബിക്കോസ് ഓഫ് ദ ലാംഗ്വേജ് ഓർ ഇറ്റ് ഇസ് നോട്ട് ബിക്കോസ് ഓഫ് that is like unable to learn that language you are actually getting stuck or getting nervous. It is not completely because of that. It is because of the fear whether are you able to face a person and speak. ആ ഒരു ചോദ്യം മാത്രമാണ് നമ്മളെ കൊണ്ട് സംസാരിക്കാൻ പറ്റാതെ പോകുന്നത്. Never blame the language. Okay, so as I always say, അറിയുന്നത് വെച്ച് നമ്മൾ സംസാരിക്കാൻ തുടങ്ങുക, അതാണ് വേണ്ടത് തീർച്ചയായിട്ടും. അതുപോലെ നെക്സ്റ്റ് ഒരു തിങ് എന്ന് പറയുന്നത് ഇൻവോൾവ്, എവോൾവ് ആൻഡ് ട്രാൻസ്ഫോം. ഐ ഓൾവേസ് സേ ഫോർ ഫ്ലുവൻസിയുടെ നമ്മുടെ ഒരു മെയിൻ തിങ് തന്നെ ഇൻവോൾവ്, എവോൾവ് ആൻഡ് ട്രാൻസ്ഫോം. ഡെഫിനറ്റ്ലി വി ഓൾ ഷുഡ് ഗോ ഫോർ എ ട്രാൻസ്ഫോർമേഷൻ. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് എന്താണ്? Trans means going to the extreme to find your potential. Really we all can do it. It is possible. But the only one thing is that നമ്മൾ അത് എത്രത്തോളം ശ്രമിക്കുന്നു, എത്രത്തോളം നമ്മൾ ഇനിഷ്യേറ്റീവ് എടുക്കുന്നു. How far are you ignoring your negative things? വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മുടെ ലൈഫിൽ എപ്പോഴും പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്സ് ഉണ്ട്. സോ വാട്ട് ഈസ് ദ ഫോക്കസ് യു ഗിവ് in your life? Is it for the positive or the negative? When you think about the negative, you will not able to move forward and just take things okay as it comes. So what happens there? We waste our time, we sit idle and we do not know what to do. So please understand what is important in your life. Just try to balance your negative and positive. Think that positives will actually help you to move forward, to help you to achieve things. ഓക്കെ, സോ ഗ്ലാസോഫോബിയ എന്ന് പറയുന്ന ഫിയർ ഓഫ് ആൻസൈറ്റിയെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ആൻഡ് വാട്ട് ഈസ് ഇറ്റ് ആക്ച്വലി ഡൂയിങ് ഇൻ അവർ ലൈഫ്, ആൻഡ് ഇഫ് ഐ റിമൂവ് ദറ്റ് ഗ്ലാസോഫോബിയ വിൽ ഇറ്റ് ഗോയിങ് ടു ഹെൽപ്പ് മീ ഇൻ സ്പീക്കിംഗ് എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, സോ യെസ്, സ്റ്റേ ട്യൂൺഡ്. ഓക്കെ, so what is glossophobia? It is fear of public speaking. Please don't call me in front of people to speak because I'm scared of speaking. I really love this language. I love to speak in English, but if you ask me to speak in front of people, it is impossible. എന്ന് പറയുന്ന പല കുട്ടികളുണ്ട്. So let me tell them that nothing wrong in speaking, because it is only because you think that you make mistakes, grammatical errors. ഇത് വരുന്നത് കൊണ്ടാണ് what people would think about me എന്നുള്ള ഒരു തോന്നൽ കൊണ്ടാണ് നമ്മൾ പലപ്പോഴും സംസാരിക്കാതെ പോകുന്നത്. That fear is actually stopping you from taking that opportunity. But ഈ ഒരു ഗ്ലാസോഫോബിയ നമുക്ക് that is like it is not giving any benefit or it is not actually helping you in any ways. Okay, so 75% of the people suffer from glossophobia. 75% പേരാണ് ഈ ഗ്ലാസോഫോബിയയിൽ സഫർ ആവുന്നത്. സോ ജസ്റ്റ് ഇമാജിൻ major chunk of the people are having this problem. So tell me one thing, if you have this problem, then how are you going to take steps to speak in front of people? Because without speaking, people will never understand who are you. ഓക്കെ, നമ്മൾ എന്നുള്ള ഒരാളുടെ എക്സിസ്റ്റൻസും നമ്മളുടെ ഒരു ഇമ്പോർട്ടൻസും വാട്ട് വി ഗിവ് മീനിങ് ടു അവർ ലൈഫ്, that has to be spoken, that has to be expressed whenever you get an opportunity. Okay, so it's really good to express things, പക്ഷേ ആ പേടി മാറ്റണം ആൻഡ് ടേക്ക് ദി ഓപ്പർച്യൂണിറ്റി ടു സ്റ്റാൻഡ് ആൻഡ് ഫേസ് പീപ്പിൾ. ഓക്കെ, തീർച്ചയായിട്ടും ആ ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ആസ് എ പേഴ്സൺ ഞാൻ ഇമ്പ്രൂവ് ആവുന്നതും ബെറ്റർ ആവുന്നതും. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കേ, ഫിയർ ഓഫ് സ്പീക്കിംഗ് ബിൽഡ്സ് ഗ്രാജുവലി as we avoid every opportunity to speak. As you avoid the opportunity, what happens? Fear എന്നുള്ളത് നമ്മൾ ടോട്ടലായിട്ട് നമ്മുടെ ഫുൾ ബോഡി അത് കോൺകർ ചെയ്തേക്കും. Okay, it dominates us. It will say that please don't go and speak. Okay, let someone else go and speak. Why do you want to go and speak? They are not calling you, right? Then why do you want to go and speak? എന്ന് ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ നമ്മുടെ കംഫർട്ട് സോണിൽ ഇരുന്ന് ബാക്കിയുള്ളവർ പറയുന്ന കേട്ട് നമ്മൾ ഇങ്ങനെ ക്ലാപ്പ് അടിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. ഓക്കെ, സോ യെസ്, യാ, ജയശ്രീ ഹായ്, നിഷ ഹായ്, പവിത്ര ഹായ്. സോ ഇത് മറക്കരുത്. അതായത് ഫിയർ എന്ന് പറയുന്ന ഒരു കാര്യം that will definitely stop us from learning. Okay, that will just give us the negative, or it doesn't tell you that you have the potential, you are capable of conquering things എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ അറിയാതെ പോകുന്നത് ആ ഫിയർ കൊണ്ടാണ്. സോ ട്രൈ ടു ജസ്റ്റ് എലിമിനേറ്റ് ദറ്റ് ഫിയർ. ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഓക്കെ ടു ഗിവ് ദറ്റ് ഓപ്പർച്യൂണിറ്റി. നമ്മുടെ ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇല്ലാതെ പോകുന്നത് നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടാഞ്ഞിട്ടല്ല, ഇറ്റ് ഈസ് ഓൺലി ബിക്കോസ് ഓഫ് ദ ഫിയർ. യു സിറ്റ് ഇൻ ദ കംഫർട്ട് സോൺ ആൻഡ് യു ഫർഗെറ്റ് ഓർ യു മിസ് ടു സീ ദി ഓപ്പർച്യൂണിറ്റി. അല്ലാതെ നമ്മൾ എപ്പോഴും പറയുമ്പോൾ എനിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല, എനിക്ക് ലേണിംഗ് ചെയ്യാൻ പറ്റുന്നില്ല, ഐ എം നോട്ട് ഏബിൾ ടു ഇംപ്രൂവ് മൈ ഇംഗ്ലീഷ്. It is never like that. You always see an opportunity around you, definitely, if we have that vision. But the thing is that fear എന്നുള്ളൊരു ഫാക്ടർ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അറിയാതെ പോകുന്ന പല കാര്യങ്ങളുണ്ടാവും. അതിലൊരു കാര്യം തന്നെയാണ് ഈ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. സോ എത്രയും പെട്ടെന്ന് ഫിയർ റിമൂവ് ചെയ്യാനാണ് എൻ്റെ ഒരു സജഷനും എൻ്റെ ഒരു റെക്കമെൻഡേഷനും. ഓക്കെ, സോ റൂബി ഹായ്, ടിൻറ്റു ഹായ്. So yes, fear of speaking is a byproduct of low esteem and fear of being judged harshly.
someone would say that this was not nice, your speaking was not nice, you made a lot of mistakes, why couldn't you improve your English? അല്ലെങ്കിൽ നമ്മൾ ജഡ്ജ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ വളരെ ക്രൂരമായി നമ്മളെ വിമർശിക്കപ്പെടും എന്നുള്ളൊരു പേടി. ദാറ്റ് ഈസ് വാട്ട് വി സീ ഇറ്റ് ഇൻ ജഡ്ജ്ഡ് ഹാർഷ്ലി എന്ന് പറയുന്നത്. അത് ഇത് നമ്മുടെ ഒരു പെർസ്പെക്റ്റീവാണ്. അങ്ങനെ ചെയ്യപ്പെടും എന്നുള്ളതിൽ നമ്മൾ ഫോക്കസ് കൊടുക്കണ്ട. ബട്ട് യു ഗോട്ട് എൻ ഓപ്പർച്യൂണിറ്റി, യു ടുക്ക് ദറ്റ് ഓപ്പർച്യൂണിറ്റി, യു സ്പോക്ക് ഇൻ ഫ്രണ്ട് ഓഫ് പീപ്പിൾ. ഇത്രയും നമ്മൾ പ്രോഗ്രസ് ആയില്ലേ എന്നുള്ളതിൽ സന്തോഷപ്പെടുക. മിസ്റ്റേക്സിൽ നമുക്ക് മാറ്റി ബെറ്റർ ആക്കാൻ പറ്റും, നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും നമുക്ക് വരുന്ന ഓരോ ഓപ്പർച്യൂണിറ്റിയിൽ യു ബിക്കം എ ബെറ്റർ പേഴ്സൺ. ഡെഫിനറ്റ്ലി യുവർ മൈൻഡ് വുഡ് സേ നെക്സ്റ്റ് ടൈം വെൻ യു ഗോ ട്രൈ നോട്ട് ടു മേക്ക് ദിസ് മിസ്റ്റേക്ക് എന്ന് മൈൻഡ് പറയുന്നതിൻ്റെ റീസൺ ബിക്കോസ് യു വോണ്ട് ടു സ്പീക്ക്, യു വോണ്ട് ടു ഇംപ്രൂവ് ആൻഡ് യു സീ ദാറ്റ് ഇസ് എൻ ഓപ്പർച്യൂണിറ്റി, ആ പാഷൻ ടുവേർഡ്സ് സ്പീക്കിംഗ്. ഇത്രയും കാര്യങ്ങളുള്ളപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഫിയർ നാളെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യത്തില്ല. ഇൻ സ്പൈറ്റ് ഓഫ് ദറ്റ് ഫിയർ യു ഗോ ആൻഡ് അപ്പിയർ ഇൻ ഫ്രണ്ട് ഓഫ് പീപ്പിൾ. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ പറയുന്ന ഒരു കാര്യമേ ഉള്ളൂ, സ്പീക്കിംഗ്, ലാംഗ്വേജ് ലേണിംഗ് ആൻഡ് എല്ലാം നമ്മൾ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇത്രയും പഠിച്ചിട്ടും ഇത്രയും നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടും കുറേ ഓഡിയോസ് കേട്ടിട്ടും നമ്മൾ ഇത്രയും നമ്മൾ ഇമ്പ്രൂവ് ചെയ്തിട്ടും ഒരാളുടെ മുന്നിൽ സംസാരിക്കാൻ പറ്റുന്നില്ലെന്ന് പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് ലൈക്ക് ടോട്ടലി വി ആർ മിസ്സിംഗ് ഔട്ട് അവർ ഓപ്പർച്യൂണിറ്റി. സോ ലെറ്റ് മീ ടെൽ യു വൺ തിങ്, യു നോ ദറ്റ് ലാംഗ്വേജ്, യു ഡെഫിനറ്റ്ലി ക്യാൻ സ്പീക്ക് വെൽ, but the one thing is that remove the fear from your life. Please understand, because the more and more you have the fear, you are missing the opportunity you have in your life or you have in front of you. Okay, so yes, so my next slide is reasons for speech anxiety. Whenever I speak, why do this anxiety comes along with that? Speaking ചെയ്യുമ്പോൾ എനിക്ക് എന്തിനാണ് ഈ ആൻസൈറ്റി വരുന്നത്? ഓക്കെ, ഈ ഫിയർ വരുന്നത്, ഈ ഫിയർ എന്നുള്ളത് ഞാൻ കണ്ടിട്ടില്ല, ബട്ട് സ്റ്റിൽ ഇറ്റ് കംസ് അലോങ് വിത്ത് മൈ സ്പീച്ച്. വൈ ഇസ് ഇറ്റ് ലൈക്ക് ദാറ്റ് എന്ന് ചോദിക്കുമ്പോൾ ഇതിൻ്റെ റീസൺസ് ഇതൊക്കെയാണ്. അതായത് ഐ ഹാവ് ടേക്കൺ കുറേ ഞാൻ റിസർച്ച് ചെയ്ത് പലരുടെയും ഒരു അഭിപ്രായത്തിൽ നിന്ന് എടുത്തതാണ് ഇതൊക്കെ. എൻ്റെ സ്റ്റുഡൻസ്, practically when I take classes, students might tell these are the reasons as to why they have that anxiety in speaking. So I have taken that also a reason, and from my experience I have also come across all these things. Okay, so I just brought that as a reason. Okay, think that one has to be perfect or brilliant in speaking. തീർച്ചയായിട്ടും in this perfect world we are trying to fit in this perfect world as a perfect person. So once when you come across that you are not perfect or you are not perfect in speaking, സംഭവിക്കുന്നത് എന്താണ്? ഇറ്റ് ആക്ച്വലി ദിസ് ടെൽസ് യു ദാറ്റ് ഓക്കെ, സോ അത് ഒരു കാര്യമാണ്. അതായത് ആ ഒരു പെർഫെക്റ്റ് വേൾഡിലേക്ക് ഫിറ്റ് ചെയ്യണം. ഓക്കെ, പീപ്പിൾ എക്സ്പെക്ട് മീ ടു ബി എ പെർഫെക്റ്റ് പേഴ്സൺ. സോ വെനെവർ ഐ സ്റ്റാർട്ട് ടു സ്പീക്ക്, പീപ്പിൾ ഷുഡ് അപ്രീഷിയേറ്റ് മീ. ഐ ഷുഡ് സ്പീക്ക് ലൈക്ക് അമേസിംഗ് വേ ആൻഡ് ഐ ഷുഡ് ആക്ച്വലി ബ്ലോ ദറ്റ് പ്ലേസ് ഔട്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. ബട്ട് ദാറ്റ് ഈസ് നോട്ട് ദ ക്രൈറ്റീരിയ. ഹൗ സാറ്റിസ്ഫൈഡ് ആർ യു വെൽ സ്പീക്കിംഗ്? വാട്ട് എവർ പ്രിപ്പറേഷൻ യു ഹാഡ് പ്ലാൻഡ് ഏർലിയർ, ആർ യു ഏബിൾ ടു സ്പീക്ക് അക്കോർഡിംഗ് ടു ദറ്റ് പ്ലാൻ? ഓക്കെ, ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്. സംസാരിക്കുന്ന എല്ലാം നമ്മൾ പ്ലാൻ ചെയ്യുന്നത് പോലെ തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത്. ഇത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി, അല്ലാതെ കടന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ബിക്കോസ് വി കനോട്ട് പ്ലീസ് ഓൾ ദി ഓഡിയൻസ്, യു അണ്ടർസ്റ്റാൻഡ്? സോ okay, so next is try to cram too much of information within a short period of time. If you get a very short time to speak, what you see is that നമ്മുടെ മനസ്സിൽ ഫീഡ് ചെയ്തിരിക്കുന്നതും പ്രിപ്പയർ ചെയ്തിരിക്കുന്ന കുറേ കാര്യങ്ങൾ, ഓക്കെ, ദാറ്റ് ഇസ് സ്റ്റഡിങ് ഇൻറ്റൻസീവ്ലി. ക്രാം എന്ന് പറയുന്നത് വളരെ ഇൻറ്റൻസായിട്ട് ടൂ മച്ച് ഓഫ് ഇൻഫർമേഷൻ നമ്മൾ ലോഡ് ചെയ്ത് വിത്തിൻ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ എനിക്കിത് പറഞ്ഞു തീർക്കണം എന്ന് നമ്മൾ തന്നെ സ്ട്രെസ് കൊടുത്ത് സംസാരിക്കുന്നതാണ്. സോ ലെറ്റ് മീ ടെൽ യു, ഐ ഹാവ് ഓൾറെഡി ടോൾഡ് യു ദ പവർ ഓഫ് പാക്സ്. ഓക്കെ, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, എങ്ങനെ അക്യുറേറ്റ് ആയിട്ട് സംസാരിക്കണം, ക്ലാരിറ്റി, കോൺസൈസ്നെസ്, സിംപ്ലിസിറ്റി, ഇതൊക്കെയാണ് നമ്മൾ ഒരു ചേരുവയായിട്ട് ചേർത്ത് നമ്മൾ സംസാരിക്കേണ്ടത്. ഐ ഹാവ് ഓൾറെഡി ടോൾഡ് യു ദറ്റ് ഹൗ ടു പ്രിപ്പയർ എ സ്പീച്ച് ആൻഡ് ഹൗ ടു മേക്ക് ഇറ്റ് വെരി സിമ്പിൾ ഇൻ എ വേ ദറ്റ് ഓഡിയൻസ് അണ്ടർസ്റ്റാൻഡ് യുവർ സ്പീക്കിംഗ് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ദ വൺ തിങ് ഈസ് ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് ദി amount of information what you have in your mind, but will you be able to just put it in a very simple way to your audience so that they understand your language, they understand your content. ഇത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി. അല്ലാതെ ഇവിടെ ആരും പറഞ്ഞിട്ടില്ല കൂടുതൽ ഇൻഫർമേഷൻ നമ്മുടെ മൈൻഡിലുള്ളതെല്ലാം എടുത്ത് സംസാരിക്കണമെന്നല്ല. മേക്ക് ഇറ്റ് ഇൻ എ വെരി സിമ്പിൾ വേ, ബ്രേക്ക് ഇറ്റ് ഇൻ ടു സെൻറ്റൻസസ്, ബ്രേക്ക് ഇറ്റ് ഇൻ ടു വെരി സ്മോൾ steps so that it would be very easy for you to remember, as also it will be help you to present it in front of the people. Okay, so don't cram the information, don't try to cram it and speak. കാരണം നമുക്ക് പല ചാലഞ്ചസ് അവിടെ ഉണ്ടാവും ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. അതുപോലെ തന്നെ സംസാരിക്കുന്ന വളരെ ക്ലാരിറ്റിയോടെ സംസാരിക്കണം.
എന്നുള്ള പല കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് അവിടെ കുറേ സ്ട്രെസ്സ് വരുമ്പോൾ വി ഫർഗെറ്റ് സർട്ടൻ തിങ്സ് വിച്ച് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ടു കമ്മ്യൂണിക്കേറ്റ്, വി ഫർഗെറ്റ് ദാറ്റ്. ഓക്കെ, സോ അതുകൊണ്ട് ഓവർലോഡിങ് ഇൻഫർമേഷനും വേണ്ട, അതുപോലെ അത് പറഞ്ഞു തീർക്കണം എന്നുള്ളൊരു സ്ട്രെസ്സും വേണ്ട. വളരെ സിമ്പിളായിട്ടും വളരെ സിമ്പിൾ സ്റ്റെപ്പായിട്ടും അതിനെ പ്രസൻറ്റ് ചെയ്യുവാണെങ്കിൽ ഇറ്റ് വിൽ ബി ഈസി ഫോർ യു ഓൾസോ ആസ് വെൽ as ഫോർ ദി ഓഡിയൻസ് ടു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കേ, ട്രൈ ടു പ്ലീസ് എവ്രി വൺ ഇൻ സ്പീക്കിംഗ്. Okay, you want the audience to clap hands, you want the people just to show their smiling face every time. They shouldn't be inactive, they should seem like very energetic. ഇതൊക്കെയാണ് നമ്മുടെ എക്സ്പെക്റ്റേഷൻസ്. പക്ഷേ you forget your focus on yourself. That is like your preparation, your content, how are you trying to engage the audience. സംസാരിക്കുമ്പോൾ അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടോ, മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ, will they be interactive with me എന്നുള്ള പല കാര്യങ്ങൾ നമ്മൾ മറന്നു പോകാറുണ്ട്. പക്ഷേ ഇത് നമ്മൾ ഓഡിയൻസിനെ ഫോക്കസ് ചെയ്യുന്നതിനെക്കാട്ടിലും നമ്മുടെ പ്രിപ്പറേഷൻ നമ്മൾ കുറച്ച് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വുഡ് ബി ബെറ്റർ. സോ യെസ്, ആ ഒരു ഫോക്കസ് നമ്മളിലേക്ക് വരുമ്പോൾ നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ട്രൈ ടു ബി സമ്മൺ യു ആർ നോട്ട്. So try to be someone you are not. Okay, that is like we just pretend as though we are like very confident, we have that palpitation but we mask it. അങ്ങനെ പല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അവിടെ എന്താണെന്ന് വെച്ചാൽ you are not the person you are. Okay, you are just someone else, you are trying to pretend someone else where that person is very active or വളരെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പേഴ്സണായിട്ട് നമ്മൾ മാറുമ്പോൾ നമുക്കതൊരു അൺകംഫർട്ടബിൾ ആയിട്ട് മാറും. ഓക്കെ, you are stressed out that you want to be in this way that people just not see your fear or the way you present. ഓക്കെ, അപ്പോൾ അത് അവർ കാണാതിരിക്കാൻ, നമ്മുടെ നെഗറ്റീവ്സിനെ കാണാതിരിക്കാൻ നമ്മൾ പ്രിറ്റൻഡ് ചെയ്യുമ്പോൾ യു ആർ നോട്ട് ദ സെയിം പേഴ്സൺ. സോ അങ്ങനെയല്ല, അതിന് പ്രാക്ടീസ് വേണം. അതുപോലെ നമുക്ക് നമ്മളോട് ഒരു വിശ്വാസം വേണം. സംസാരിക്കുമ്പോൾ എനിക്ക് പ്രശ്നം വരുത്തില്ല, ഐ ക്യാൻ ഫോക്കസ് ഓൺ മൈ മെസ്സേജ് റാദർ ദാൻ ഫോക്കസിങ് ഓൺ അതർ പീപ്പിൾ ആൻഡ് വാട്ട് വുഡ് ദേ തിങ്ക് അബൌട്ട് മീ എന്നുള്ളൊരു ചിന്തയില്ലാതെ സംസാരിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അതിന് ഓപ്പർച്യൂണിറ്റീസ് കൊടുത്താൽ മാത്രമേ ഈ പേടി പതുക്കെ നമ്മുടെ കയ്യിൽ മാറിപ്പോകും. ഓക്കെ, okay, being fearful of negative impacts. What would if the audience not responding to you, audience not being interactive with you, so what will happen എന്നുള്ളൊരു പേടി വരുമ്പോൾ തന്നെ അതിലേക്ക് ഫോക്കസ് പോകുമ്പോൾ യു ഫർഗെറ്റ് യുവർ പ്രിപ്പറേഷൻ, യു ഫർഗെറ്റ് വാട്ട് യു വുഡ് ലൈക്ക് ടു സ്പീക്ക് ഇൻ ഫ്രണ്ട് ഓഫ് ദി ഓഡിയൻസ്. അപ്പോൾ അങ്ങനെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്നല്ല, ഇറ്റ് ഈസ് യുവർ കോൺഫിഡൻസ് ദാറ്റ് യു ആർ ഗോയിങ് ടു മേക്ക് യുവർ ഓഡിയൻസ് വെരി എനർജറ്റിക് ആൻഡ് മേക്ക് ദം ലൈവ്. ഓക്കെ, ആ ഒരു ലൈവ്ലി ഒരു ഇൻട്രാക്ഷൻ നമ്മുടെ കയ്യിലാണുള്ളത്. അത്രയും ഫെയ്ത്തും അത്രയും കോൺഫിഡൻസും നമ്മൾ പ്രാക്ടീസിലൂടെ നമുക്ക് നേടുമ്പോൾ തീർച്ചയായിട്ടും യു ക്യാൻ എൻഗേജ് യുവർ ഓഡിയൻസ് വിത്ത് യുവർ സ്പീച്ച്. Next is, remember you are your worst critic. Okay, every time we say that whenever I speak I just don't like the way I stand, the way I speak to them, I always tend to just lose my control, lose my patience. ഇങ്ങനെയൊക്കെ പല ക്രിട്ടിക്സും നമുക്ക് തന്നെ കൊടുക്കുമ്പോൾ we lose the self worth of ourselves. ഓക്കെ, എനിക്ക് പറ്റുന്ന ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ചിന്തിക്കാതെ പോകുന്നത് ഞാൻ എന്നെ തന്നെ വേഴ്സ്റ്റ് ക്രിട്ടിക്കായിട്ട് മാറ്റുമ്പോഴാണ്. സോ അപ്രീഷിയേറ്റ് ഈച്ച് ആൻഡ് എവറി പ്രോഗ്രസ് വാട്ട് യു മേക്ക് ടുവേർഡ്സ് യുവർ സ്പീക്കിംഗ്, ഹൗ യു സ്പീക്ക്, ആർ യു ഗെറ്റിംഗ് ദാറ്റ് റെസ്പോൺസ് ഫ്രം ദ പേഴ്സൺ. ഇങ്ങനെ ഒരു റെസ്പോൺസ് നമ്മൾ പറയുമ്പോൾ കേൾക്കുന്ന വ്യക്തിയിൽ നിന്ന് കിട്ടുമ്പോൾ തന്നെ അതൊരു ചെറിയ പ്രോഗ്രസ് അല്ലേ, ബിക്കോസ് ദേ ആർ ട്രൈങ് ടു ബി ഇൻട്രാക്റ്റീവ് വിത്ത് യു in your conversation. So these are all the good things or the good progress which you make in your conversation. So try to appreciate that instead of being a worst critic. So that is not going to help you. Okay, നമുക്കൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന പല കാര്യം നമ്മൾ ചെയ്യുന്നു എന്ന് അറിയുമ്പോഴാണ് നമ്മുടെ ഒരു വേഴ്സ്റ്റ് ക്രിട്ടിക് എന്നുള്ളത് ഒരു നല്ലൊരു ഹെൽത്തി ക്രിട്ടിക്കായിട്ട് മാറുന്നത്. ഓക്കെ, അത് നിങ്ങളുടെ കയ്യിലാണുള്ളത്. സോ ജസ്റ്റ് സ്റ്റേ പോസിറ്റീവ്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. ഹായ് ഷീന, താങ്ക് യു. റൂബി, ഹായ്. ഓക്കെ, ഇത് നോക്കിക്കേ, സിംറ്റംസ് ഓഫ് സ്പീച്ച് ആൻസൈറ്റി. നമ്മുടെ സിംറ്റംസ് എന്തൊക്കെയാണ് സംസാരിക്കുമ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡി ലാംഗ്വേജിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫിസിക്കലി നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ബോഡി വൈസ്, ഇൻക്രീസ്ഡ് ഹാർട്ട് റേറ്റ്, പാൽപിറ്റേഷൻ, ഇൻക്രീസ്ഡ് ബ്ലഡ് പ്രഷർ, സ്വെറ്റിംഗ്, ഹെവിലി ബ്രീത്തിങ്, സ്റ്റിഫ് മസിൽസ്, വളരെ സ്റ്റിഫായിട്ടിരിക്കും, നമ്മൾ ഫ്ലെക്സിബിൾ ആവാൻ നോക്കത്തില്ല. ഡ്രൈ മൗത്ത്, അറ്റ് ടൈംസ് നമ്മുടെ മൗത്ത് ഡ്രൈ ആകുമ്പോൾ വി ജസ്റ്റ് റൺ ഔട്ട് ഓഫ് വേർഡ്സ് ഓർ ജസ്റ്റ് വി കനോട്ട് സ്പീക്ക് ഫർദർ, അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വരുന്നത്. ഇതൊക്കെ സ്പീച്ച് ആൻസൈറ്റിയുടെ ഒരു ഭാഗമാണ്. എവ്രി വൺ മൈറ്റ് ഹാവ് ഗോൺ ത്രൂ ദിസ്. ഓക്കെ, എല്ലാവരും ഇത് ഗോ ത്രൂ ചെയ്തിട്ടുണ്ടാകും തീർച്ചയായിട്ടും, പക്ഷേ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒറ്റൊരു കാര്യമേ ഉള്ളൂ, ഇത് ഗോ ത്രൂ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ വീക്കർ സെഷനാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിവില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ ഒട്ടും ഫിറ്റ് ആവാത്ത ആളാണ്, നിങ്ങൾ തന്നെ ക്രിട്ടിക് എഴുതി തള്ളരുത്. ഇതൊക്കെ സംഭവിച്ചാൽ മാത്രമേ നമ്മളൊരു ബെറ്റർ സ്പീക്കർ ആകാൻ പറ്റത്തുള്ളൂ. ആസ് ഐ ഓൾവേസ് സേ ടു മൈ സ്റ്റുഡൻസ്, എവ്രി സ്പീക്കർ വാസ് വൺസ് എ ബിഗിനർ. ഓക്കെ,
സോ എല്ലാവരും ഒരു ബിഗിനിങ്ങിൽ നിന്നാണ് തുടങ്ങിയിട്ടുള്ളത്. അവരുടെ ഒരു ബിഗിനിങ് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ ഓരോ മിസ്റ്റേക്ക് ചെയ്യുമ്പോഴും അടുത്ത പ്രാവശ്യം ബെറ്ററാക്കിയാണ് അവരൊരു സ്പീക്കറായിട്ട് മാറുന്നത്. ഈവൻ ദാറ്റ് ഹാസ് ഹാപ്പൻ ഇൻ മൈ ലൈഫ് ഓൾസോ. ബട്ട് ഐ നെവർ ഹാവ് ഗിവൻ അപ്പ് ഇൻ മൈ ലൈഫ് നോട്ട് ടു സ്പീക്ക് ഇൻ ഫ്രണ്ട് ഓഫ് പീപ്പിൾ ഓർ taken this opportunity as a first critic. Never I have done this in my life, because I know these opportunities are just going to make me a better person each time. So whenever I take an opportunity to speak in front of my students or in a public or anything, I just used to do it as a passion. അല്ലാതെ ഓരോ പ്രാവശ്യം എൻ്റെ വീഴ്ചകളെ ഞാൻ കണക്കാക്കിയിട്ടല്ല ഞാൻ മുന്നോട്ട് പോകുന്നത്. അത് എല്ലാ കുട്ടികളോടും ഞാൻ പറയുന്നതാണ്, ഡോണ്ട് കൗണ്ട് യുവർ ഫെയിലിയേഴ്സ്. Okay, because if your passion is so serious and you're so serious about your passion, the failures will just fall back. Okay, there's no point in just counting your failures. Just count how much interested are you to move forward in spite of your failures. ഇത്രയും ഫെയിലിയേഴ്സ് വന്നാലും എനിക്ക് പറ്റുന്നില്ല എന്നല്ല, എനിക്ക് മുന്നോട്ട് പോകണം, ഇനി എനിക്ക് ബെറ്റർ ആക്കണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദാറ്റ് ഇസ് എ one required quality of you which is required to crack this English proficiency exam. Okay, so മറക്കരുത്, ഇതെന്നും നിങ്ങളുടെ മനസ്സിലിരിക്കണം. ഓരോ ടൈമും നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ there are thousands of reasons to pull us back from preparation, but one thing which is just motivating you to move forward is your passion towards that. Okay, your dream destination to work in an English speaking country, all this will happen only when you have the passion towards your preparation as well as to crack this OET or IELTS. അതുപോലെ തന്നെ നല്ലൊരു ഇംഗ്ലീഷ് സംസാരിച്ച് ഒരു ജോലി കരസ്ഥമാക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും അത് മറക്കരുത്. ദിസ് ടിജൂസ് അക്കാഡമി ഇസ് ഗിവിംഗ് യു ദറ്റ് ഓപ്പർച്യൂണിറ്റി. ഡെഫിനറ്റ്ലി അത് വഴിയാണ് എനിക്കും നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നത്, ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജ് ആണ്, പക്ഷേ അത് സംസാരിക്കുമ്പോൾ വരുന്ന ഒരു ഫിയറിലൂടെ എനിക്ക് ഞാൻ മിസ്സാക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. പല കുട്ടികളും അത് ചെയ്തിട്ടുണ്ട്. പല കുട്ടികളും എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട്, ഞാൻ ഇതുപോലെ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ദാറ്റ് ഇസ് ലൈക്ക് വെൽ സ്പീക്കിംഗ് വെൻ ഇൻ്റർലോക്യൂട്ടർ ആസ്ക് മീ സംതിങ് ഐ ജസ്റ്റ് ബിക്കം നെർവസ്, ഐ എം നോട്ട് ഏബിൾ ടു സ്പീക്ക് ഫർദർ എന്ന് പല കുട്ടികൾ ഷെയർ ചെയ്യുമ്പോഴാണ് ഞാൻ പറയുന്നത്, വി ആർ നോട്ട് ദെയർ ടു ജസ്റ്റ് ഷോ അവർ നെർവസ്നെസ്. ഓക്കെ, ദേ ആർ ജസ്റ്റ് എ പീപ്പിൾ ടു സപ്പോർട്ട് അസ് എന്ന് വിചാരിച്ചാൽ മതി. തീർച്ചയായിട്ടും നമുക്ക് സംസാരിക്കേണ്ട ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് തന്നെ ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, സോ യെസ്, താങ്ക് യു. So don't forget about that, just be happy. And let me tell you, each and every time when you prepare something or to speak in this in English language or to learn something in English, it is really possible because life is for one time. Okay, അപ്പോൾ അതിനകത്ത് നമുക്ക് മാക്സിമം പഠിക്കാൻ പറ്റുന്നതൊക്കെ പഠിക്കുക, തീർച്ചയായിട്ടും എൻജോയ് ചെയ്ത് പഠിക്കുക. അല്ലാതെ സ്ട്രെസ് ഇട്ടോ അല്ലെങ്കിൽ എടുത്തു പോയാലോ പഠിച്ചേ പറ്റൂ എന്നുള്ളൊരവസ്ഥയിലേക്ക് കൊണ്ടുവരേണ്ട. തീർച്ചയായിട്ടും ആ ഒരു അവസ്ഥയിൽ നിന്ന് പഠിച്ച് കരസ്ഥമാക്കേണ്ട ഒരു കാര്യമല്ല ഈ OET IELTS എന്നൊക്കെ പറയുന്നത്. ആൻഡ് ഒരു ലാംഗ്വേജ് പഠിക്കാനുള്ള ഇംഗ്ലീഷ് ഫ്ലുവൻസി എന്ന് പറയുന്നതും ഒരിക്കലും സ്ട്രെസ്ഡ് അല്ല. ഇൻ മൈ ഫ്ലുവൻസി ഐ ജസ്റ്റ് ടെൽ മൈ സ്റ്റുഡൻസ് ടു ലവ് ദറ്റ് ലാംഗ്വേജ് ആൻഡ് ലവ് ദ വേ യു ആർ ആൻഡ് ലവ് വാട്ട് യു ഡു. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ 3 തിങ്സ് പറഞ്ഞിട്ടാണ് ഞാൻ കുട്ടികളോട് പറയുന്നത്, ജസ്റ്റ് സ്റ്റാർട്ട് ഡൂയിങ് സംതിങ് ഫ്രം യുവർ സൈഡ് ടു ലേൺ ദറ്റ് ലാംഗ്വേജ്. ഓക്കെ, സോ ജസ്റ്റ് ഇതൊക്കെ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളിലേക്ക് ഫോക്കസ് കൊടുത്താൽ വലിയ വലിയ കാര്യങ്ങളൊക്കെ ഇറ്റ് ഫോൾ ഇൻ പ്ലേസ്. ഡെഫിനറ്റ്ലി യു ക്യാൻ സീ ദ പ്രോഗ്രസ്. ഒരു കുറച്ച് സമയം കൊടുത്താൽ മതി. അല്ലാതെ കണ്ടീഷൻ ഇട്ടിട്ട് ഇന്ന് ചെയ്യുമ്പോൾ നാളെ എനിക്കതൊരു പ്രോഗ്രസ് വേണം അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും നാളെ വലുതായിട്ട് അച്ചീവ് ചെയ്യണം എന്നുള്ളതല്ല. ദർ ഷുഡൻ ബി എനി കണ്ടീഷൻ. ഇറ്റ് ഹാപ്പൻസ് ജസ്റ്റ് ലൈക്ക് ദറ്റ് നാച്ചുറലി. ഓരോ കാര്യം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഓരോ കാര്യം നാച്ചുറലായിട്ട് നടക്കുമ്പോൾ അതല്ലേ ഇച്ചിരിയും കൂടി ബെറ്റർ. സോ അത് നടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാഷനെ കുറച്ചും കൂടി മുറുകെ പിടിക്കുക. പിന്നെ ഓരോ വീഴ്ചയിലും നമ്മൾ വിചാരിക്കേണ്ട ഒറ്റൊരു കാര്യമുള്ളൂ, യു സ്റ്റിൽ ഹാവ് എ ചാൻസ് ടു മൂവ് ഫോർവേഡ്. ഓക്കെ, സോ വെർബൽ ഒന്ന് നോക്കിക്കേ. ടെൻസ് വോയിസ്, ക്യൂവറിങ് വോയിസ് എന്ന് പറയുന്നത് നമ്മുടെ ട്രംബ്ലിങ് ആൻഡ് ഷേക്കിംഗ് വോയിസിനെയാണ് ക്യൂവറിങ് എന്ന് പറയുന്നത്. പിന്നെ റിപ്പിറ്റേഷൻസ് ഓഫ് ഉംസ് ആൻഡ് ആസ് നമ്മുടെ ഫില്ലേഴ്സ് ആയിട്ട് യൂസ് ചെയ്യത്തില്ല. വെൽ സ്പീക്കിംഗ് ഇഫ് യു ഡോണ്ട് നോ ഓർ യു ആർ ജസ്റ്റ് പ്രിപ്പയറിംഗ് ടു സ്പീക്ക് ദ നെക്സ്റ്റ് സെൻറ്റൻസ്, അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ഫില്ലേഴ്സ് ഉണ്ട്, ഒരു പോസൊക്കെ. സോ അത് പോകണമെന്നുണ്ടെങ്കിൽ സ്പീക്കിംഗ്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു, 1 മിനിറ്റിൻ്റെ ടാസ്ക്കായിട്ട് മിററിൻ്റെ മുന്നിൽ എന്തെങ്കിലും ഒരു ചെറിയ ചെറിയ ടോപ്പിക് എടുത്ത് സംസാരിക്കുമ്പോൾ ഡെഫിനറ്റ്ലി യു ക്യാൻ ജസ്റ്റ് എക്സ്പാൻഡ് യുവർ ഇമാജിനേഷൻ, യു ക്യാൻ സ്പീക്ക് എ ലോട്ട് അബൌട്ട് എനിത്തിങ് ഇൻ ഇംഗ്ലീഷ്. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പേടി മാറും. പലപ്പോഴും നമ്മൾക്ക് പറയാനുള്ള ടാസ്കിൽ പോലും നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് സംസാരിക്കാനുള്ള ഒരു എബിലിറ്റി കിട്ടുന്നത് ഈ ഒരു 1 മിനിറ്റ് ടോപ്പിക് സ്പീക്കിങ്ങിലൂടെ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. ഇതൊക്കെ നിങ്ങൾക്കൊന്ന് ചെയ്ത് നോക്കാം. ട്രൈ ഇറ്റ് ആൻഡ് ജസ്റ്റ് ഡു ലെറ്റ് മീ നോ. Okay, next is non-verbal language, tone of voice, expressions, body movement. Okay, tone of voice എന്ന് പറയുമ്പോൾ നമ്മുടെ വോയിസിൻ്റെ, അതുപോലെ തന്നെ എക്സ്പ്രഷൻസ് ആൻഡ് ബോഡി മൂവ്മെൻറ്റ്. ഞാൻ പറഞ്ഞിരുന്നു പോസിറ്റീവ് ബോഡി ലാംഗ്വേജ് ആൻഡ് നെഗറ്റീവ് ബോഡി ലാംഗ്വേജ്, വിച്ച് ഇസ് ഗുഡ്, വിച്ച് ഇസ് ബാഡ്.
അതുപോലെ തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ ഹൗ ദിസ് ഓഡിയൻസ് പെർസീവ് യു ആൻഡ് അണ്ടർസ്റ്റാൻഡ്സ് യു ഫ്രം ദ ബോഡി ലാംഗ്വേജ്. ഇറ്റ് ഈസ് ഓൾസോ എ സിഗ്നൽ വേർ ദി അക്സെപ്റ്റ് ഇറ്റ്. സോ നമ്മൾ സംസാരിക്കും ചിരിച്ചിട്ടാണെങ്കിലും നമ്മുടെ ബോഡി വൈസ് നമ്മൾ കുറച്ച് ട്രംബ്ലിങ് ആവുന്നു, അല്ലെങ്കിൽ ഒരു ഷേക്കിംഗ്, ഒരു വേ ഓഫ് സ്റ്റൈലാണ് നമ്മൾ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ ഓഡിയൻസ് ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. സോ ജസ്റ്റ് ബി ഫ്ലെക്സിബിൾ ആൻഡ് ബി എ വെരി സ്ട്രോങ് പേഴ്സൺ ആൻഡ് ദറ്റ് കോൺഫിഡൻസ് ഇസ് സംതിങ് ലൈക്ക് യു ഷുഡ് വെയർ ദറ്റ് കോൺഫിഡൻസ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് സ്പീച്ച് ആൻസൈറ്റിയിൽ നമുക്ക് വരുന്ന ഒരു കാര്യം, സംഭവിക്കുന്ന ഒരു കാര്യം. സോ ട്രൈ ടു അവോയ്ഡ് ദിസ് ആസ് മച്ച് as possible and give opportunity to yourself to speak as much as possible. Okay, yeah. Next is, why is fear after a person? എന്തുകൊണ്ട് ഈ പേടി എപ്പോഴും എന്നെ പിന്തുടരുന്നത് എപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട്. ഞാനത് മാറ്റണം എന്ന് വിചാരിക്കുന്നു. പലപ്പോഴും ഞാൻ സംസാരിക്കുമ്പോൾ when I just speak with my partner or my friend or any of the people whom I know, I'm completely okay. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ വേറെ ഒരു ആളോട് സംസാരിക്കണം whom I don't know completely, അപ്പം ഞാൻ നെർവസ്നെസ് ആവാറുണ്ട്. അത് ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ന്യൂ എക്സ്പീരിയൻസ്. ഒരു പുതിയ എക്സ്പീരിയൻസിലേക്ക് പോകുമ്പോൾ വരുന്ന ഒരു ഫിയറാണ് ഈ പറയുന്ന ഒരു ആൻസൈറ്റിയുടെ ഫിയർ. ഓക്കെ, സോ ഇത് നോക്കിക്കേ. ഇറ്റ് അറ്റാക്സ് വെൻ എ പേഴ്സൺ ഇസ് വീക്ക് ഓർ കൺഫ്യൂസ്. വെൻ യു ആർ വീക്ക് ഓർ കൺഫ്യൂസ്, ഫിയർ ക്രീപ്സ് ഇൻ. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയണം നമ്മൾ ഒരു കൺഫ്യൂസ്ഡ് മോഡിലാണ്, നമ്മൾ വീക്കാണ്, എന്തോ നമുക്ക് പഠിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്, ഐ എം നോട്ട് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ഓർ മൈ ഇംഗ്ലീഷ് ഇസ് നോട്ട് ഗുഡ് എന്നുള്ളൊരു തോട്ടൊക്കെ നമ്മുടെ ഒരു എന്താ പറയുക ക്വാളിറ്റി ഓഫ് തോട്ട്സിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് കുറയുമ്പോൾ, നമ്മൾ വീക്കാകുമ്പോൾ വാട്ട് ഹാപ്പൻസ്, എ ഫിയർ ക്രീപ്സ് ഇൻ. സോ വെൻ എവർ യു ഡു സംതിങ് യു ഡൗട്ട് ഇറ്റ്. ഓക്കെ, യു ഡു നോട്ട് നോ വെദർ യു ക്യാൻ ഡു ഇറ്റ് ഓർ നോട്ട്. ഇതൊക്കെ വരുന്നത് ബിക്കോസ് ഓഫ് യു ഫീൽ വീക്ക് ഓർ കൺഫ്യൂസ്ഡ്. നെക്സ്റ്റ് ഇസ് ഇറ്റ് സേസ് ഐ എം ഇൻകേപ്പബിൾ, ഐ ഡിഡ് സംതിങ് റോങ്, മേക്ക് മീ ഫീൽ ബാഡ്. ഞാൻ ഇൻകേപ്പബിളാണ്, എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കഴിവുള്ള ഒരു വ്യക്തിയായിട്ട് അല്ല ഇരിക്കുന്നത്, ഞാൻ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ ഫീൽ ചെയ്യും ബാഡായിട്ട്. ഇതൊക്കെയും ഒരു കാരണമാണ് ഫിയർ നിങ്ങളെ പിടികൂടുന്നത്. നെക്സ്റ്റ് നോക്കിക്കേ. ഇറ്റ് മേക്സ് എ പേഴ്സൺ ടു സെറ്റിൽ ഓർ ലെസ് ദാൻ ഹി ഓർ ഷീ ഡിസേർവ്സ്. നമുക്ക് അർഹതപ്പെട്ടതിനെക്കാട്ടിലും നമ്മൾ താഴോട്ട് ചിന്തിക്കാൻ തുടങ്ങും. ഓക്കെ, യു ക്യാൻ സ്പീക്ക് ആൻഡ് യു ക്യാൻ സ്കോർ ബി, പക്ഷേ വാട്ട് യു തിങ്ക്, എൻ്റെ ഈ പേടിക്ക് എനിക്കൊരു C+ കിട്ടിയെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കാറുണ്ട്. ഒരിക്കലും അങ്ങനെ ചെറിയ ചെറിയ കാര്യത്തിലേക്ക് സെറ്റിൽ ആവേണ്ട കാര്യമില്ല. തിങ്ക് ബിഗ്, അച്ചീവ് ബിഗ്. നിങ്ങൾക്കത് പറ്റും. അല്ലാതെ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ടോ, ഇപ്പം നമ്മളുടെ അവസ്ഥയിൽ നമ്മൾ സംസാരിക്കുന്ന ഇംഗ്ലീഷ് ഉണ്ടോ അല്ല നമ്മൾ തീർച്ചയായിട്ടും നമ്മളെ വിലയിരുത്തേണ്ടത്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, യു ആർ ഇൻ എ ലേണിംഗ് പ്രോസസ്, യു മേക്ക് മിസ്റ്റേക്സ്, ബട്ട് യുവർ അറ്റ് പ്രസൻറ്റ് യുവർ സ്റ്റാൻഡേർഡ് ഓഫ് സ്പീക്കിംഗ് ഇസ് നോട്ട് അത്രയും എക്സ്പെക്ട് ചെയ്ത രീതിയിലേക്ക് ഇറ്റ് വുഡ് ഹാവ് നോട്ട് ഗോൺ. ദാറ്റ് ഇസ് കംപ്ലീറ്റ്ലി ഓക്കെ, ബട്ട് യു ക്യാൻ ഇംപ്രൂവ് ബൈ പ്രാക്ടീസിങ്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ഡു നോട്ട് സെറ്റിൽ ഡൗൺ ഫോർ സ്മോൾ തിങ്സ്. അതാണ് നമ്മൾ ചെയ്യുന്ന വലിയൊരു തെറ്റ്. ഓക്കെ, OET എടുത്തു, IELTS എടുത്തു, ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഫ്ലുവൻസിക്ക് വേണ്ടി ഞാൻ ചേർന്നു, പക്ഷേ യു ആർ സെറ്റിലിംഗ് ഫോർ സംതിങ് ലൈക്ക് ഓക്കെ ഈ സംസാരിച്ച് എനിക്ക് ഈ ഒരു ജോലി കിട്ടിയാലും മതി എന്നല്ല. ജസ്റ്റ് തിങ്ക് ബിഗ് ആൻഡ് അച്ചീവ് ബിഗ്. ഓക്കെ, സോ നമ്മുടെ ജേർണിയിൽ നമ്മൾ ചെയ്യേണ്ട ഒറ്റൊരു കാര്യം, നമ്മുടെ ക്വാളിറ്റി ഓഫ് തോട്ട്സിനെ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യരുത്. Think always in a very superficial, that is like in a very good way, that you are a person who is capable of achieving a lot of things under the sky. Okay, next നോക്കിക്കേ. Making excuses for oneself and forgetting that there is a dream to chase on. നമുക്ക് എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് കിട്ടിയാൽ മതി, ആ എക്സ്ക്യൂസ് കൊണ്ട് അന്ന് ഒരു ദിവസം നിന്ന് പോകും. അതുപോലെ തന്നെ ഫർഗെറ്റിംഗ് ദറ്റ് ദർ ഇസ് എ ഡ്രീം ടു ചേസ് ഓൺ. അറ്റ് ടൈംസ് ഞാൻ ഫർഗെറ്റ് ചെയ്യും. ഞാൻ ആദ്യം ജോയിൻ ചെയ്ത ഒരു വ്യക്തിയല്ല ഇപ്പോൾ. ഐ ജസ്റ്റ് ബിക്കം ഡ്രെയിൻ ടോട്ടലി. ഓക്കെ, ഇപ്പോൾ എനിക്ക് അത്രയും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് പോകുന്നതിൻ്റെ റീസൺ തന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓരോ നെഗറ്റിവിറ്റിയും നമ്മൾ എത്രത്തോളം പെർസീവ് ചെയ്യുന്നു, അതിന് എത്ര ഫോക്കസ് കൊടുക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ചിലപ്പം നമ്മൾ ജോയിൻ ചെയ്ത ആ ഒരു ആക്റ്റീവ് പേഴ്സൺ അല്ല ഇപ്പോൾ എനർജറ്റിക് പേഴ്സൺ അല്ലാതെ പോകുന്നത്. സോ ഒബ്വിയസ്ലി ദിസ് ഫിയർ ക്രിപ്സ് ഇൻ. ആ ഫിയർ നമ്മുടെ മനസ്സിലോട്ട് കയറി വരും. സോ ഒരിക്കലും ഡോണ്ട് അലോ ദറ്റ് ഫിയർ ആൻഡ് ജസ്റ്റ് ട്രൈ ടു മേക്ക് ഇറ്റ് in a way that it is not interrupting your preparation. Being a people pleaser, every time we try to please someone. Okay, I just want to speak in such a way that that person likes my speech എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ചിന്തിച്ച് പോകുന്നത്. നെക്സ്റ്റ്, ബീയിങ് സെൽഫ് ഡൗട്ട്, എക്സ്ക്യൂസ് മേക്കർ ആൻഡ് പെസിമിസ്റ്റ്. സെൽഫ് ഡൗട്ട്, എപ്പോഴും ഞാൻ ചെയ്യുന്നതിൽ ഒരു ഡൗട്ട്, ഞാൻ ചെയ്യുന്നത് ശരിയാണ്, ഞാൻ സംസാരിക്കുന്നത് കറക്റ്റാണ്, ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സ് ഉണ്ടോ, വിൽ ദറ്റ് പേഴ്സൺ ലൈക്സ് മീ, ഓക്കെ വിൽ ഹി പുട്ട് ദറ്റ് ഗ്രേഡ് വിച്ച് ഐ എം എക്സ്പെക്ടിങ് ഫ്രം ഹിം എന്നുള്ള എപ്പോഴും ഒരു സെൽഫ് ഡൗട്ട്. ഓക്കെ, ഈ സെൽഫ് ഡൗട്ട് മാറണമെന്നുണ്ടെങ്കിൽ ഗിവ് ആസ് മച്ച് എസ് പ്രാക്ടീസ്. Okay, now when I'm speaking with you, I'm just speaking in Malayalam as well as in English. Being a fluency trainer, this is giving me a confidence. Okay, I'm pushing myself to speak in English. ഇത് ഞാൻ ചെയ്തതിൻ്റെ റീസൺ കാരണം നിങ്ങളുടെ മുന്നിൽ ഇതൊരു എക്സാമ്പിളാണ്. I'm just setting an example that we can speak in this way, that you can use Malayalam as well as English.
ഓക്കെ, ഇങ്ങനെ നമ്മൾ സംസാരിച്ചിട്ട് പിന്നെ പതുക്കെ പതുക്കെ റെഡ്യൂസ് യുവർ മലയാളം വേർഡ്സ് ആൻഡ് യൂസ് മോർ ഓഫ് ഇംഗ്ലീഷ് വേർഡ്സ്. ദാറ്റ് ഈസ് ഹൗ വി ബ്രിങ് അവർ ലാംഗ്വേജ് അപ്പ്. ഓക്കെ, മറക്കരുത്, ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനെ ആസ്വദിച്ച് ഇഷ്ടപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ആ ലാംഗ്വേജ് നമ്മളോട് പറയും. മാക്സിമം യൂസ് ചെയ്യാൻ നോക്ക്. ടേക്ക് ദിസ് ആസ് എൻ ഓപ്പർച്യൂണിറ്റി. ദിസ് ഇസ് മൈ ഓപ്പർച്യൂണിറ്റി വെർ ഐ ക്യാൻ ജസ്റ്റ് ടെൽ അബൌട്ട് ഫ്ലുവൻസി, ഇമ്പോർട്ടൻസ് ഓഫ് ഇംഗ്ലീഷ് ഫ്ലുവൻസി, ആസ് വെൽ ആസ് ഐ ക്യാൻ ടെൽ യു ദാറ്റ് വി ക്യാൻ സ്പീക്ക് ഇൻ ദിസ് വേ. ഫ്ലെക്സിബിൾ ആകണം, അതായത് മലയാളത്തിൽ സംസാരിച്ചാൽ പെട്ടെന്ന് ഇംഗ്ലീഷ് സംസാരിച്ച് നമ്മൾ അങ്ങനെ സ്വിച്ച് ഓവർ ചെയ്യുന്ന ഒരു കാര്യം, അത് ഫ്ലെക്സിബിലിറ്റിയാണ് അതിൻ്റെ പേര്. Okay, so initially it was difficult for me to switch over to another language, but now it is because of my continuous practice and I push myself to speak in English, it has become very easy for me to speak now. അങ്ങനെ ഓരോരുത്തരും ആ ഒരു ഓപ്പർച്യൂണിറ്റി അങ്ങ് എടുത്താൽ മതി. ഇതൊക്കെ വരുന്നത് ഒറ്റ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്നാണ്, അതായത് നമ്മുടെ പാഷൻ. ഓക്കെ, പാഷൻ നമുക്ക് ചോർന്നു പോകാതെ വരെ നമുക്ക് എത്ര ചെയ്യാൻ പറ്റുമോ അത്രയും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി. ബിക്കോസ് ഞാൻ ഏറ്റവും വിശ്വസിക്കുന്ന ഒരു കാര്യം പാഷനിലാണ്. ഐ ഡോണ്ട് കൗണ്ട് മൈ ഫെയിലിയേഴ്സ്. At times we might fail, that is completely okay, but learn a lesson from that and try not to repeat that mistake. So നമ്മൾ സെൽഫ് കോൺഷ്യസ് ആവും. അതിന് നമ്മൾ പ്രത്യേകിച്ച് ഒരു പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ മനസ്സിൽ തന്നെ പറഞ്ഞ് നമ്മളത് ട്രെയിൻ ചെയ്യിപ്പിക്കും. അതിന് ശരിക്കും പറഞ്ഞാൽ പാഷൻ ആ ഒരു പവറുണ്ട്. ഓക്കെ, സോ ഇറ്റ് ജസ്റ്റ് ഗൈഡ് യു. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കേ, എക്സ്ക്യൂസ് മേക്കർ, പെസിമിസ്റ്റ്. പെസിമിസ്റ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു നെഗറ്റീവ് തോട്ട് വരുന്നതിനെയാണ് പെസിമിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ യെസ്, സോ ഈ ഒരു കാര്യം, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫിയർ നമ്മുടെ പുറയിലിരിക്കുന്നത്. അല്ലെങ്കിൽ ഇറ്റ് ഓൾവേസ് ജസ്റ്റ് വിത്ത് അസ് ഇസ് ബിക്കോസ് ഓഫ് ദീസ് റീസൺസ്. സോ ട്രൈ ടു എലിമിനേറ്റ് ദീസ് തിങ്സ്. നമ്മുടെ ലൈഫിൽ ഇതൊന്നും വേണ്ട. അല്ലെങ്കിൽ തന്നെ നമുക്ക് നന്നായിട്ട് സംസാരിക്കാൻ പറ്റും. ഒരു വ്യക്തിയുടെ മുന്നിൽ നമ്മൾ കമ്പയർ ചെയ്ത് നമ്മളെ തന്നെ ലോ ആയിട്ട് ഫീൽ ചെയ്യത്തില്ല. ഐ എം ജസ്റ്റ് ട്രൈങ് മൈ മാക്സിമം ടു ഗിവ് ദറ്റ് കോൺഫിഡൻസ് ടു യു പീപ്പിൾ ഔട്ട് ദെയർ. ബിക്കോസ് സ്പീക്കിംഗ് ഈസ് സംതിങ് വെയർ ദാറ്റ് ഈസ് ലൈക്ക് ഇറ്റ് ഹാസ് നോട്ട് ലൈക്ക് to have that fear and speak. ഒരിക്കലും അങ്ങനെയല്ല. ജസ്റ്റ് റിമൂവ് ദറ്റ് ഫിയർ ആൻഡ് സ്പീക്ക്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആസ്വദിച്ച് സംസാരിക്കാൻ പറ്റുന്ന ആ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടും. ഓക്കെ, സോ ചോയ്സ് ഇസ് യോഴ്സ്. എന്താണ് ചോയ്സ്? ഫിയർ നമുക്ക് രണ്ട് രീതിയിലെടുക്കാം. ഫർഗെറ്റ് എവറിത്തിങ് ആൻഡ് റൺ. ഓക്കെ, ഒന്നും വേണ്ട, എനിക്ക് ഒന്നും വേണ്ട, ഞാനങ്ങ് പോയേക്കാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു തോട്ടാണ് ഫർഗെറ്റ് എവറിത്തിങ് ആൻഡ് റൺ. അല്ലെങ്കിൽ ഫേസ് എവറിത്തിങ് ആൻഡ് റൈസ്. സോ ഇറ്റ് ഈസ് അപ് ടു യു. ഓക്കെ, നമുക്ക് രണ്ട് കാര്യം നമുക്ക് ചെയ്യാം, പക്ഷേ അത് സ്വീകരിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. എന്താണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ നിങ്ങൾക്കത് എടുക്കാം. കാരണം ചോയ്സ് ഇസ് യോഴ്സ് എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ ലൈഫാണ്. യു ജസ്റ്റ് ഷുഡ് നോ ദാറ്റ് വിച്ച് ഇസ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഹൗ ടു ജസ്റ്റ് പ്രൊസീഡ് യുവർ ലൈഫ്. ഓക്കെ, ബിക്കോസ് ഇവിടുന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടോ ടിപ്സ് കൊടുത്തിട്ടോ ഇത്രയും സ്ലൈഡ് കാണിച്ചിട്ടോ ഇറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു മേക്ക് എനി ഡിഫറൻസ്. യു ഷുഡ് പുട്ട് സം എഫേർട്സ്. യു ഷുഡ് സീ എ ചേഞ്ച് ദാറ്റ് ഹൗ ഇറ്റ് ജസ്റ്റ് ചേഞ്ചസ് യുവർ ലൈഫ്. ഇറ്റ് ഹാസ് എ പ്രോഗ്രസ് ഇൻ യുവർ ലൈഫ്. ഡെഫിനറ്റ്ലി ദെൻ യു വിൽ ബിക്കം പോസിറ്റീവ് ഇൻ യുവർ ലൈഫ്. സോ ഇത് വേണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ബി എ ഓപ്പൺ മൈൻഡഡ് പേഴ്സൺ. ഓപ്പൺ മൈൻഡഡ് പേഴ്സൺ ഞാൻ ഉദ്ദേശിക്കുന്നത് ദാറ്റ് ഈസ് ലൈക്ക് അക്സെപ്റ്റ് പീപ്പിൾസ് തോട്ട്സ് ആൻഡ് ഐഡിയാസ്. അല്ലാതെ ക്ലോസ് മൈൻഡഡ് ആയിരിക്കരുത്. ക്ലോസ് മൈൻഡഡ് എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ സ്വീകരിക്കുന്ന ഒരു തോട്ടിലല്ല, ഒരു മാനസിക അവസ്ഥയിലല്ല. I just don't want whatever you say, I just don't want to adapt this or accept this, so let me be a close minded person എന്ന് പറയുന്ന വ്യക്തികളെയാണ് നമ്മൾ ക്ലോസ് മൈൻഡഡ് എന്ന് പറയുന്നത്. ഓപ്പൺ മൈൻഡഡ് എന്ന് പറയുന്നത് ആൾക്കാർ നമ്മൾ ചെയ്യുന്നുമില്ല, പക്ഷേ പറയുന്ന ആശയങ്ങളെയോ തോട്ട്സ് ഐഡിയാസിനെ നമ്മൾ സ്വീകരിക്കാനുള്ള ഒരു സ്റ്റേറ്റിലാണ് നമ്മൾ പറയുന്നത് ഓപ്പൺ മൈൻഡഡ് എന്ന് പറയുന്നത്. സോ ജസ്റ്റ് ബി ഓപ്പൺ മൈൻഡഡ് ആൻഡ് ജസ്റ്റ് തിങ്ക് അബൌട്ട് ദിസ്. ഫിയർ എന്നുള്ളതിന് രണ്ട് കാര്യമുണ്ട്. അതിൽ എന്താണ് നമുക്ക് വേണ്ടത്, എന്തെടുത്താലാണ് നമുക്ക് പ്രോഗ്രസ് കിട്ടുന്നത് എന്നുള്ളതിനേക്ക് ശ്രദ്ധ കൊടുക്കുക. ഓക്കെ, സോ യെസ്. ഓക്കെ, നോ മോർ ഫിയർ വിത്ത് ദിസ് സിമ്പിൾ സ്റ്റെപ്സ്. ഇപ്പോൾ ഇത്രയും നമ്മൾ ഫിയറിനെ കുറിച്ച് സംസാരിച്ചു. ഇനി നമ്മുടെ ലൈഫിൽ നിന്ന് ഫിയറിനെ മാറ്റണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടായിരിക്കും. ബൈ ദിസ് ടൈം യു മൈറ്റ് ആസ്ക് മീ, യു സ്പീക്ക് അബൌട്ട് ഫിയർ, യു എക്സ്പ്ലെയിൻ അബൌട്ട് ഫിയർ, സോ വാട്ട് ഷുഡ് ഐ ഹാവ് ടു ഡു നൗ? ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്താണ്? ഫിയർ ഇസ് ജസ്റ്റ് എ സിഗ്നൽ ടു ബി റെഡി. ഫിയർ ഉണ്ടാവുന്നത് നല്ലതാണ്, പക്ഷേ ഫിയർ കൂടുതലായിട്ട് പോകരുത്. ഇറ്റ് ഷുഡിൻ ഗോ ടു ആൻ എക്സ്ട്രീം വേർ ദാറ്റ് സ്റ്റോപ്സ് your inability to think, ability to think that you are capable of. Okay, so fear is just a part of your life. Fear means growth. We are moving forward the outskirts of comfort zone. We need to be ready for plan B if plan A fails. ഇത്രയേ ഉള്ളൂ. നമ്മൾക്ക് ഒരു ഫിയർ എന്നുള്ളത് ചെറിയൊരു പേടി ഉണ്ടായാൽ നമുക്ക് പ്രിപ്പറേഷനിലോ നമ്മൾ ചെയ്യുന്ന
നമുക്കൊരു ഡ്രീം ഉണ്ട്, അത് തീർച്ചയായിട്ടും എത്തിപ്പെടണം എന്നുള്ള, ഞാൻ ഇച്ചിരി കഷ്ടപ്പെടണം എന്നുള്ളൊരു ചെറിയൊരു ടെൻഷൻ ഉണ്ടെങ്കിൽ നമ്മളൊരു ഇൻ്റർണൽ പ്രഷറിലൂടെ നമുക്കത് ചെയ്യാൻ പറ്റും. ഫിയർ ഇസ് ആക്ച്വലി ഓക്കെ, ബട്ട് യു ഷുഡ് നോ ദ ലിമിറ്റ് ഓഫ് ദ ഫിയർ. ഓക്കെ, യു ഷുഡിൻ ആക്ച്വലി എൻകറേജ് ദ ഫിയർ ഓവറോൾ ടു ഡോമിനേറ്റ് യു. അത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി. അല്ലാതെ ഫിയർ എന്നുള്ളൊരു നല്ലൊരു ഫാക്ടർ തന്നെയാണ്. നമ്മളൊരു പ്ലാൻ ചെയ്യുന്നു, അത് വർക്കൗട്ട് ആയില്ലെങ്കിൽ ഇറ്റ് ഡസൻറ്റ് മീൻ ദറ്റ് യു ഫെയിൽ. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ്. യു ജസ്റ്റ് ഗോ ആൻഡ് just make the plan B to work out. അത്രയേ ഉള്ളൂ. ഓക്കെ, ആൻഡ് we are moving forwards. Try to come out of the comfort zone. കംഫർട്ട് സോണിലുള്ളപ്പോൾ നമ്മുടെ ഫിയറിനെ കുറിച്ചുള്ള പല കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റത്തില്ല. when you just come out of the comfort zone, each and everything which you do is a new experiences. അതിൽ വരുന്ന ഒരു പേടി തന്നെയാണ്. അത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി. So fear is always a good thing when you limit it and just know that this is where I can learn things with fear. ചെറിയൊരു പേടി കാരണം ഉള്ളിലുള്ളപ്പോൾ നമ്മളെപ്പോഴും നമ്മൾ കുറച്ച് കോൺഷ്യസ് ആവും. നമ്മൾ എടുത്തിരിക്കുന്ന കാര്യത്തിലേക്ക് കുറച്ചും കൂടി സീരിയസ് ആയിട്ട് ചിന്തിക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ്, പ്രാക്ടീസ് സെൽഫ് കെയർ. When you combine your physical and psychological self-care, you have the recipe for how to stop living in fear. ഓക്കെ, നമ്മൾ സ്വയം ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടി സെൽഫ് അനാലിസിസ്, നമ്മുടെ സ്ട്രെങ്ത്സ്, നമ്മുടെ വീക്ക്നെസ്, ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുവാണെങ്കിൽ നമുക്കത് ഫിസിക്കലാവും സൈക്കോളജിക്കൽ ഒരു സെൽഫ് കെയർ നമ്മൾ തന്നെ കൊടുക്കാൻ പറ്റുമ്പോൾ നമുക്ക് ഫിയറിൽ നിന്ന് നമുക്ക് തീർച്ചയായിട്ടും മുക്തി നേടാൻ പറ്റും. നമുക്ക് നന്നായിട്ട് ചെയ്യാനുള്ള ഒരു പൊട്ടൻഷ്യൽ നമുക്ക് കാണാനും പറ്റും, ഫീൽ ചെയ്യാനും പറ്റും. നെക്സ്റ്റ്, അഡാപ്റ്റ് എ ഗ്രോത്ത് മൈൻഡ് സെറ്റ്. എന്താണ് ഈ അഡാപ്റ്റ് എ ഗ്രോത്ത് മൈൻഡ് സെറ്റ്? വെൻ ഫേസ്ഡ് എ സെറ്റ് ബാക്ക്, try to seek solution by adopting new strategy which leads to never give up attitude. Okay, ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ്. എന്നും എനിക്കൊരു പ്രോഗ്രസ് വേണം. ജസ്റ്റ് വാച്ച് യുവർ പ്രോഗ്രസ്, ജസ്റ്റ് വാച്ച് യുവർ മൈൻഡ് സെറ്റ്. ആർ യു ഏബിൾ ടു ലേൺ സംതിങ് ഫ്രം യുവർ ദാറ്റ് ഇസ് ലൈക്ക് ഓരോ പ്രാവശ്യം നമ്മൾ പഠിക്കുന്നതിലും നമുക്ക് കിട്ടുന്ന പ്രോഗ്രസ്സിൽ നിന്നും എന്തെങ്കിലും നമുക്ക് മനസ്സിലാവുന്നുണ്ടോ, എന്തെങ്കിലും നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാനുള്ളൊരു ഐഡിയ കിട്ടുന്നുണ്ടോ എന്നുള്ള പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ അഡാപ്റ്റബിലിറ്റിയാണ്, ഗ്രോത്ത് അഡാപ്റ്റബിലിറ്റിയാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. സോ വൺസ് അഗെയിൻ ഐ ജസ്റ്റ് റിപ്പീറ്റ് ദാറ്റ്. Okay, when faced a setback, try to seek solution by adopting new strategy which leads to never give up attitude. നമുക്ക് ഒരു ഗിവ് അപ്പ് ആറ്റിറ്റ്യൂഡ് ഇല്ലാത്ത ഒരു സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ ഒരു ലെവലിലേക്ക് നമുക്ക് വരാൻ പറ്റും when we just adapt the growth mindset, because each and every time whenever you do, you just have a thought process that you are improving, you are making a progress from your preparation എന്നുള്ളൊരു തോട്ട് വരുമ്പോൾ it will be helpful. Okay, next എന്തുവാ? ടേൺ യുവർ ഷുഡ്സ് ഇൻ ടു മസ്റ്റ്. ഓക്കെ, നമ്മൾ ഇത് മസ്റ്റായിട്ട് ഞാൻ ചെയ്തിരിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഡെയിലി പ്രിപ്പറേഷൻ തന്നെ ഈച്ച് ആൻഡ് എവറി ടൈം വാട്ട് എവർ യു പ്ലാൻ, വെൻ യു പുട്ട് ദറ്റ് പ്ലാൻ ആൻഡ് ഡെയിലി പ്രിപ്പറേഷൻ, വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് യുവർ ഗോൾ ഈസ് ആൻ അബ്സല്യൂട്ട് മസ്റ്റാണ്. ദെൻ നത്തിങ് എൽസ് മാറ്റേഴ്സ്. സാക്രിഫൈസസ് won't even be a question. Excuses go out of the window. You will do whatever it takes to make it happen. ഓക്കെ, ഒരു മസ്റ്റായിട്ട് ആക്കുമ്പോഴത്തേക്കും നമ്മുടെ കാര്യങ്ങളൊക്കെ മാറിപ്പോകുന്നത് കണ്ടേ. ഓക്കെ, ബാക്കി ഒന്നും നമുക്ക് ഒരു വലിയൊരു കാര്യമായിട്ട് പ്രശ്നം വരുത്തില്ല. ഓക്കെ, സാക്രിഫൈസസ് won't even be a question. ഓക്കെ, നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നു, ഇത്രയും ഉറക്കമൊഴിക്കുന്നു, രാത്രിയും ഇത്രയും ഉറക്കമൊഴിച്ച് പഠിക്കുന്നു, രാവിലെ എഴുന്നേറ്റ് പഠിക്കുന്നു. അപ്പോൾ ഇത്രയും സാക്രിഫൈസ് ചെയ്യുന്നുള്ളൊരു കൗണ്ട് നമ്മൾ വെക്കത്തില്ല. ബിക്കോസ് ആസ് ഐ സെഡ്, ലൈക്ക് ഇറ്റ് ഈസ് യുവർ പാഷൻ, യു ആർ ഇൻട്രസ്റ്റഡ് ടു ഡു സംതിങ്, യു വോണ്ട് ടു അച്ചീവ് സംതിങ്, യു വോണ്ട് ടു ജസ്റ്റ് ടേക്ക് യുവർ ലൈഫ് ടു ദ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് ടു ദ നെക്സ്റ്റ് ലെവൽ എന്നുള്ളൊരു തോട്ടൊക്കെ ഉള്ളതുകൊണ്ട് വാട്ട് എവർ യു ഡു ഇറ്റ് ഈസ് ഫോർ യുവർ പാഷൻ. സോ യു ഡോണ്ട് കൗണ്ട് ദാറ്റ്. ഓക്കെ, നെക്സ്റ്റ്, എക്സ്ക്യൂസസ് ഗോ ഔട്ട് ഓഫ് ദ വിൻഡോ. യു നെവർ ഗിവ് എക്സ്ക്യൂസസ്. ഫോർ എക്സാമ്പിൾ, ടുഡേ മോർണിംഗ് ഐ വാസ് നോട്ട് ഫീലിംഗ് വെൽ, ബട്ട് ഐ ഹാവ് ടു ടേക്ക് മൈ ഓറിയൻറ്റേഷൻ ക്ലാസ്സസ്. ബട്ട് ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞത്, മൈ ബോഡി ആക്ച്വലി ഇസ് നോട്ട് ഫീലിംഗ് വെൽ, ബട്ട് ആസ് എ പേഴ്സൺ എനിക്ക് ഒരു കുഴപ്പവുമില്ല. സോ അത് രണ്ടായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതുകൊണ്ട് ഐ വാസ് ഏബിൾ ടു ടേക്ക് ക്ലാസ്സസ്, ദാറ്റ്സ് ഇറ്റ്. സോ ഓവറോൾ ഐ ഷുഡിൻ ഫീൽ ദറ്റ് വീക്ക്നെസ്, അത്രയേ ഉള്ളൂ. ഓക്കെ, സോ ചിലപ്പം ബോഡിക്ക് വേണ്ടി റെസ്റ്റ് നമുക്ക് കൊടുക്കാം, അത് കുഴപ്പമില്ല. ബട്ട് ദ തിങ് ഈസ് ദാറ്റ് യുവർ ഇൻട്രസ്റ്റ്, യുവർ പാഷൻ, യുവർ സോൾ is interested to do something, and it is not actually asking for excuses. It is always active. It doesn't want to make you idle എന്നുള്ള ഒരു കാര്യം വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മളെന്നുള്ള വ്യക്തിയെ നമ്മുടെ ബോഡിയിൽ നിന്ന് മാറ്റാൻ പറ്റും. ഓക്കെ, ആ ഒരു തോട്ട് പ്രോസസ്സിൽ നമുക്ക് കുറച്ചും കൂടി നമുക്ക് സ്ട്രെങ്ത് കൊടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും നമുക്ക് പറ്റാത്ത ഒരു കാര്യം നമുക്ക് ചെയ്യാനുള്ള ഒരു എനർജി കിട്ടുന്നത് നമ്മളുടെ ആ ഒരു ഇൻട്രസ്റ്റ് തന്നെയാണ്, വിച്ച് ഇസ് പുഷിങ് യു ടു ഡു ദാറ്റ്. സോ ദാറ്റ് ആക്ച്വലി ഹെൽപ്പ് മീ ടു ടേക്ക് മൈ ക്ലാസ്. ഓക്കെ, നെക്സ്റ്റ് എന്തുവാ? സ്റ്റോപ്പ് മേക്കിംഗ് എക്സ്ക്യൂസസ്. ഓക്കെ, എക്സ്ക്യൂസസ് ആർ കംഫർട്ടിങ് വെൻ വി ആർ ലിവിങ് ഇൻ ഫിയർ. നമ്മളൊരു പേടിയിലിരിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, നമുക്ക് ഓരോ എക്സ്ക്യൂസും നമുക്കൊരു വലിയ കാര്യം തന്നെയാണ്. അങ്ങനെ ഒരു കംഫർട്ട് അല്ലെങ്കിൽ ഒരു ഫിയറിലിരിക്കുമ്പോൾ ജസ്റ്റ് ഗിവിങ് എക്സ്ക്യൂസസ്, ഇറ്റ് ഇസ് നോട്ട് ആക്ച്വലി സെർവ് എനി പർപ്പസ്. ദേ ആർ സേഫ്. ഓക്കെ, എക്സ്ക്യൂസസ് ആർ ഓൾവേസ് സേഫ് വെൻ യു ആർ ഇൻ ഫിയർ. Decide whether to make moves
to make things upright or remain making excuses. ഓക്കെ, കാര്യങ്ങൾ നേരെ വണ്ണൊക്കെ ചെയ്യാൻ നമ്മൾ ശ്രമിക്കണോ അല്ലെങ്കിൽ ആ എക്സ്ക്യൂസസിൽ തന്നെ ഇരുന്നാൽ മതിയോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. കംപ്ലീറ്റ് വിത്ത് യുവർ സെൽഫ് എവറി ഡേ. ട്രൈ ടു ബി എ ബെറ്റർ പേഴ്സൺ ഈച്ച് ഡേ. ഓക്കെ, സോ ദിസ് ഇസ് വാട്ട്. നമുക്ക് കോമ്പറ്റീഷൻ നമ്മളുമായിട്ടാണ്, വേറെ ഒരു ആളുമായിട്ടോ അല്ല. സോ ഇൻ യുവർ ജേർണി യു ആൻഡ് യുവർ സെൽഫ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ യാത്രയിൽ നമ്മൾ മാത്രമാണ്. നമ്മുടെ കാര്യങ്ങളെ വാച്ച് ചെയ്യുക, നമ്മൾക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക, പറ്റാത്ത കാര്യങ്ങളെ പഠിക്കുക, ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക. അങ്ങനെ ഓരോ കാര്യം നമ്മൾ പല രീതിയിലും പഠിച്ച് മനസ്സിലാക്കി വരുമ്പോൾ ഡിഫിക്കൽട്ടായിട്ടിരുന്ന ഓരോ കാര്യം നമുക്ക് ഈസിയായിട്ട് വരുന്നത് തന്നെ കാണാൻ പറ്റും. ഓക്കെ, സോ യെസ്, ഫിയർ ഇസ് ജസ്റ്റ് എ സിഗ്നൽ ടു ബി റെഡി. പ്രാക്ടീസ് സെൽഫ് കെയർ, adapt a growth mindset, turn your shoulds into must. അതുപോലെ തന്നെ സ്റ്റോപ്പ് മേക്കിംഗ് എക്സ്ക്യൂസസ്. ഈ ഒരു 5 പോയിന്റിലൂടെ തന്നെ നമുക്ക് നമ്മുടെ ഫിയറിനെ തീർച്ചയായിട്ടും നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും with this simple steps. Okay, just remember this and definitely you can. ഈ ഫിയർ മാറുമ്പോൾ just see your language improves. Definitely there is always a way. അത് ചിലപ്പോൾ ഫിയർ കൊണ്ടായിരിക്കാം ഇത്രയും സംസാരിക്കാൻ പറ്റാതെ പോകുന്നത്. ആ ഒരു ആൻസൈറ്റി ഒന്ന് കുറച്ചാൽ തന്നെ മതി, നിങ്ങൾക്ക് നന്നായിട്ട് സംസാരിക്കാൻ പറ്റും. ഓക്കെ, യാ. Okay, you versus fear. Who is bigger, fear or you? നിങ്ങളാണോ അല്ലെങ്കിൽ പേടിയാണോ വലുത്? Okay, who is the biggest person here? Does a fear make you question, okay, your capabilities? നിങ്ങളോട് തന്നെ ചോദിക്കുക, എൻ്റെ കഴിവിനെ ചോദ്യം ചെയ്യുന്നുണ്ടോ പേടി? Okay, does it make you wonder if you are a failure? Okay, ഞാനെന്നൊരു വ്യക്തി തോൽവിയാണോ എന്നുള്ള ഒരു തോട്ടിലേക്കാണ് ആ ഫിയർ കൊണ്ടുപോകുന്നത്. ഓക്കെ, ഡസ് ഇറ്റ് മേക്ക് യു തിങ്ക് ട്വൈസ് ഓൺ എവറി സ്റ്റെപ്പ് യു ടേക്ക്? ഓക്കെ, എവറി സ്മോൾ തിങ്. ഓക്കെ, ഓരോ ചെറിയ ഒരു കാര്യത്തിലും ഓക്കെ നമ്മളെ അത് ഓക്കെ 2 പ്രാവശ്യം ചിന്തിപ്പിക്കാൻ അത് നമ്മളോട് പറയുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ പേടിയാണോ ഞാനാണോ വലുത്? When you say fear is something bigger, it means that it has already dominated you. It is dominating in each and everything. ഓരോ പ്രാവശ്യം അത് നമ്മളെ ഡോമിനേറ്റ് ചെയ്ത് ഞാനെന്നൊരു വ്യക്തിയെ താഴോട്ടാക്കുകയാണ്. ഒരിക്കലും അങ്ങനെയല്ല. Please don't allow. That is the one reason why we are not able to do as much as what we expect or what we are capable of. അത് only one thing, അത് നമ്മളെ ഡോമിനേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. സോ fear is just a smaller entity compared to you. You are bigger. ഓക്കെ, എപ്പോഴും നമ്മളാണ് വലുത്. ആ ഫിയർ എന്നുള്ളതിന് ജസ്റ്റ് ഒരു കാര്യം ഉണ്ടാവുന്നത് നല്ലതാണ്, പക്ഷെ അതിനൊരു ലിമിറ്റ് വേണം. അല്ലാതെ അതിൻ്റെ ഓവർ ലിമിറ്റ് കൊടുത്ത് അതിനെ ഡോമിനേറ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിലേക്ക് നമ്മൾ വളർത്തിവിടേണ്ട കാര്യമില്ല. സോ ജസ്റ്റ് എപ്പോഴും ഫിയർ എന്ന് പറയുന്നത് നമ്മളെക്കാട്ടിലും ചെറുതാന്നുള്ള ഒരു തോട്ട് വന്നാൽ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, യാ. നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ഫുൾ ഇൻഫ്ലുവൻസി ചാലഞ്ച്. Here are certain questions with the options. Okay, so normally every session വരുമ്പോഴത്തേക്കും I have students online to participate, so I just want you all to participate in the Fluency Live Challenge. Do comment your right answers for the questions. Okay, ഇപ്പോൾ first question നോക്കിക്കേ, a means to an end. Okay, a means to an end എന്ന് വെച്ചാൽ marrying James was just a means to an end for Carrie. Her goal was option A, to be his wife. Option B, to meet his sister. Option C, to be rich. എന്താണ്? Okay, to means to an end. Marrying James was just a means to an end for Carrie. Her real goal was to be his wife, to meet his sister, to be rich. എന്തായിരിക്കും? So please do comment your answer. So we are waiting here. Okay, it is just matter of participation. Wrong answer, right answer എന്നുള്ളതൊന്നുമല്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലും നിങ്ങളിത് ചിന്തിക്കുമ്പോൾ ഇതായിരിക്കും റൈറ്റ് ആൻസർ എന്ന് ചിന്തിക്കുന്നതും ആയിട്ടുള്ള ആൻസർ മതി. സോ വി വിൽ ജസ്റ്റ് ഡിസ്കസ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദി റൈറ്റ് ആൻസർ. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, സോ യെസ്, marrying James was just a means to an end for Carrie. Her real goal was, okay, Syed says A, to be his wife. Okay, so means to an end, അതാണ് നമ്മളുടെ ഇവിടെ മെയിൻ ആയിട്ടുള്ള ഫ്രേസ്. അത് വെച്ചിട്ടാണ് ഇറ്റ് റിലേറ്റ്സ് വിത്ത് ദി ആൻസർ. അനു സേസ് A. Okay,
Trisa Rino says C. ആയിരിക്കും. ഓക്കെ, ഷീ ഇസ് ഇൻ ഡൗട്ട്. ഓക്കെ, കുഴപ്പമില്ല. ആയിരിക്കാം, അറിയില്ല. ആൻസർ നോക്കുമ്പോൾ അറിയാൻ പറ്റും. മഞ്ജു തോമസ് സേസ് എ, ടു ബി ഹിസ് വൈഫ്. ഓക്കെ, ടു ബി ഹിസ് വൈഫ്. ഓക്കെ, ശ്രീകല സതീഷ് സേസ് ടു ബി ഹിസ് വൈഫ്. പലരും അതാണ് പറയുന്നത്, എ, ടു ബി ഹിസ് വൈഫ്. ഓക്കെ, ലെറ്റ് മീ ജസ്റ്റ് മൂവ് ഓൺ ടു മൈ നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, ആദിരാസ് ജി സാജൻ സേസ് സി. ആൻസർ വന്നിട്ട് സി ആണ്. ഓക്കെ, ഈ മീൻസ് ടു എൻ എൻഡ് എന്നുള്ള ഒരു കാര്യം പറയാം. സംതിങ് യു ഡു ഇൻ ഓർഡർ ടു അച്ചീവ് സംതിങ് എൽസ്. നമ്മൾ ഒരു കാര്യം ചെയ്യുന്നത് വേറെ ഒരു കാര്യം അച്ചീവ് ചെയ്യാനാണ്. അതാണ് മീൻസ് ടു എൻ എൻഡ്. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, മാരിങ് ജെയിംസ് വാസ് ജസ്റ്റ് എ മീൻസ് ടു എൻ എൻഡ് ഫോർ കരിയർ. ഓക്കെ, ജസ്റ്റ് ഒരു ഓപ്ഷൻ ആയിരുന്നു, പക്ഷേ ആൾക്ക് വേറെ ഒരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. എന്താണ്? ടു ബി റിച്ച്. ഓക്കെ, സോ മീൻസ് ടു എൻ എൻഡ് മീൻസ് ഡൂയിങ് സംതിങ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് സംതിങ് എൽസ്. നമുക്ക് വേറൊരു കാര്യം കൂടി അതിലൂടെ നേടാം എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്. അപ്പോൾ ആൾ മാരേജ് ചെയ്തത് വേറെ ഒരു നേട്ടം കൂടി ഉണ്ടായിട്ടാണ്. ആ നേട്ടമാണ് നമുക്ക് റിച്ചും ആകാം എന്നുള്ളത്. സോ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ഫോർ യു ഓൾ. സോ താങ്ക് യു ഫോർ യുവർ പാർട്ടിസിപ്പേഷൻ. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങളുടെ ഓപ്ഷൻ, നിങ്ങൾക്ക് ശരി എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾ ഇടുക. പാർട്ടിസിപ്പേഷൻ മാറ്റേഴ്സ് എ ലോട്ട്. ഓക്കെ, അച്ചീവ് ഡിസൈർ. ഓക്കെ, സോ യെസ്, താങ്ക് യു. എ മീൻസ് ടു എൻ എൻഡ് ഡൂയിങ് സംതിങ് എൽസ് ഫോർ സെൽഫ്. യാ, ചെയ്യുന്നത് വേറെ ഒരു ഉദ്ദേശത്തിന് കൂടിയാണ്. ഓക്കെ, ഡൂയിങ് സംതിങ് ടു അച്ചീവ് സംതിങ് എൽസ്. യാ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A vicious circle. A vicious circle. Okay, നോക്കിക്കേ, you could be in a vicious circle if the solution to one problem becomes the option A, cause of another one, result of another one, solution of another one. Okay, okay, നോക്കിക്കേ, you could be in a vicious circle if the solution to one problem becomes the vicious circle. ഒരു സർക്കിൾ ആണത്. cause of another one, result of another one, solution of another one, solution to another one. Okay, so just comment your answer. Okay, let it be, it's like a right or wrong, adu kodappoilla. Participation matters. Anu Shaiju says A. Okay, cause of another one. Okay, vicious circle എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം മറ്റൊരു പ്രോബ്ലത്തിൻ്റെ ഒരു കോസ് ആകുന്നു എന്നാണ് അനു ഷൈജു പറയുന്നത്. ഓക്കെ, ലെറ്റ് സി. ഓക്കെ, ഓൾ മൈറ്റ് ബി തിങ്കിങ് അബൌട്ട് ദിസ്. മഞ്ജു തോമസ് സേസ് സി. ഓക്കെ, ലെറ്റ് സി. സൊല്യൂഷൻ ടു അനദർ വൺ. ഓക്കെ, സയ്യദ് സേസ് എ. ഓക്കെ, you could be in a vicious circle if the solution to one problem becomes the cause of another one, result of another one, solution to another one. Sheena says A. Okay, okay, any other answers? ആരും ബി പറഞ്ഞിട്ടില്ല. ഓക്കെ, സോ എ ആൻഡ് സി. സോ ദ കൺഫ്യൂഷൻ ഇസ് ബിറ്റ്വീൻ എ ആൻഡ് സി. ശ്രീകല സതീഷ് സേസ് എ, മഞ്ജു തോമസ് സേസ് സി. Okay, so S. So the answer is cause of another problem. Vicious problem എന്ന് പറയുന്നത്, vicious circle എന്ന് പറയുന്നത് ഒരു problem, it just pave the way to the another problem and the first problem becomes even more worse. Okay, so let me just tell you a sentence. Okay, lying creates a vicious circle. Lying കള്ളം പറയുന്നത്. Lying creates a vicious circle as you have to keep telling new lies, okay, to cover the old one. Okay, ഒരു കാര്യത്തിന് വേണ്ടി മറ്റൊരു കാര്യം ചെയ്യുമ്പോൾ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റ് ആവുന്നില്ലേ, അതിനെയാണ് നമ്മൾ വിഷ്യസ് സർക്കിൾ എന്ന് പറയുന്നത്. വെൻ വി ഡു സംതിങ് ആൻഡ് ദറ്റ് ആക്ച്വലി ലീഡ്സ് ടു ദ അനദർ പ്രോബ്ലം, അങ്ങനെ നമ്മളുടേത് കോംപ്ലിക്കേറ്റ് ആവുന്നതിനെയാണ് നമ്മൾ വിഷ്യസ് സർക്കിൾ എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ. സോ യെസ്, ലെറ്റ് മീ മൂവ് ടു ദ നെക്സ്റ്റ് സെൻറ്റൻസ്. Add fuel to the fire. Okay, my third question is add fuel to the fire. Our workers are already upset and you will just add fuel to the fire if you give them a bonus. Okay, pay for their medical care, cut their wages. Okay, ഏതായിരിക്കും ആൻസർ? Add fuel to the fire.
Our workers are already upset, and you will add fuel to the fire if you give them a bonus, pay for their medical care, cut their wages. ഏതായിരിക്കും ആൻസർ? സയ്യദ് ഫൈസ് says C, Triza says C, Sheena says C. Okay. Nisha Shino says C, Shija says C, Manju Thomas says C. Okay. So, add fuel to the fire എന്ന് പറയുന്നത്, yeah. നെക്സ്റ്റ് സ്ലൈഡിൽ പോകുമ്പോൾ മനസ്സിലാവും. കട്ട് ദർ വേജസ് എന്ന് വെച്ചാൽ ഒരു പ്രോബ്ലത്തിനെ വളരെ വേഴ്സായിട്ട് ആക്കുന്നതിനെയാണ് ആഡ് ഫ്യൂൽ ടു ദ ഫയർ. ദാറ്റ് ഇസ് ലൈക്ക് വെൻ വി ഡു സം അതർ തിങ് ആഡഡ് ടു ദറ്റ് ആക്ഷൻ ഇറ്റ് ബിക്കംസ് വേഴ്സ്. ഓക്കെ, സോ ഇത് ആർ വർക്കേഴ്സ് ആർ ഓൾറെഡി അവർ അപ്സെറ്റ് ആയിരിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ വേറെ ഒരു കാര്യം കൂടി ചെയ്യുമ്പോൾ അതിൻ്റെ ആഹ്ലാദം കുറച്ച് ഇമ്പാക്റ്റ് കുറച്ചും കൂടി വേഴ്സ് ആവുന്നതിനെയാണ് ആഡ് ഫ്യൂൽ ടു ദ ഫയർ എന്ന് പറയുന്നത്. വെൻ യു ജസ്റ്റ് സീ ദിസ്, അവർ അപ്സെറ്റ് ആയിരിക്കുമ്പോൾ നമ്മൾ ബോണസ് കൊടുക്കുമ്പോൾ അവർക്ക് പ്രശ്നമൊന്നും വരത്തില്ല. ദാറ്റ് ഇസ് ലൈക്ക് ദേ ആർ അപ്സെറ്റ്, ദാറ്റ് ദേ കംപ്ലീറ്റ്ലി ദേ വിൽ ബി ഓക്കെ ബൈ ആഡിങ് ഗിവിംഗ് ദം ദ ബോണസ്. ആൻഡ് ദ നെക്സ്റ്റ് ഓപ്ഷൻ നോക്കിക്കേ, പേ ഫോർ ദ മെഡിക്കൽ കെയർ. വെൻ യു പേ ഫോർ ദ മെഡിക്കൽ കെയർ അഗെയിൻ ദാറ്റ് അപ്സെറ്റ് മാറിപ്പോകും. പക്ഷേ വെൻ യു കട്ട് ദർ വേജസ് ഇറ്റ് ബിക്കംസ്, നമ്മൾ എരിയുന്ന വിളക്കിൽ എന്നെ തീ ഒഴിച്ച് കുറച്ചും കൂടി കത്തിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ പ്രശ്നത്തിന് ഒന്നും കൂടി വേഴ്സ് ആക്കുന്നതിനെയാണ് ഈ ആഡ് ഫ്യൂൽ ടു ദ ഫയർ എന്ന് പറയുന്നത്. സോ കട്ട് ദർ വേജസ് ഇസ് ദി റൈറ്റ് ആൻസർ. സോ താങ്ക് യു സോ മച്ച് ഫോർ ദ പാർട്ടിസിപ്പേഷൻ. ഓക്കെ, ലെറ്റ് മീ ജസ്റ്റ് മൂവ് ഓൺ ടു മൈ നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, ആൻഡ് എൻഡ് ഇൻ ഇറ്റ് സെൽഫ്. ഓക്കെ, നമ്മൾ നേരത്തെ നോക്കിയത് മീൻസ് ടു എൻ എൻഡ്. ഓക്കെ, അതിൻ്റെ ഓപ്പോസിറ്റാണ് ആൻഡ് എൻഡ് ഇൻ ഇറ്റ് സെൽഫ്. ഐ എം ജസ്റ്റ് ഗിവിംഗ് യു എ ക്ലൂ. ബിക്കംസ് വേഴ്സ്. യെസ് ശ്രീകല, താങ്ക് യു സോ മച്ച്. ഇപ്പോൾ നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആൻഡ് എൻഡ് ഇൻ ഇറ്റ് സെൽഫ്. ഫോർ ആരി, മ്യൂസിക് ഈസ് എൻഡ് ഇൻ ഇറ്റ് സെൽഫ്. ഷീ ഡസൻറ്റ് ഡു ഇറ്റ് ടു, ഓപ്ഷൻ എ, എൻജോയ് ഹർ സെൽഫ്, മേക്ക് മണി, എൻ്റർടൈൻ പീപ്പിൾ. ഓക്കെ, എൻഡ് ഇൻ ഇറ്റ് സെൽഫ് മീൻസ് ടു എൻ എൻഡിനെ പോലെ തന്നെയാണ് എൻഡ് ഇൻ ഇറ്റ് സെൽഫ്. മീൻസ് ടു എൻ എൻഡിൻ്റെ ഓപ്പോസിറ്റാണ് ഇതിൻ്റെ മീനിങ്. ആൻഡ് എൻഡ് ഇൻ ഇറ്റ് സെൽഫ്. ജസ്റ്റ് ഐ ഹവ് ഗിവൻ യു എ ക്ലൂ. നൗ കീപ് തിങ്കിങ് അബൌട്ട് ഇറ്റ്. വാട്ട് വുഡ് ബി ദി ആൻസർ? ഫോർ ആരി, music is an end in itself. She doesn't do it to enjoy herself, make money, entertain people. എന്തായിരിക്കും ആൻസർ? Just do comment your answer. Okay, Manju Thomas says A. Syed Faiz says A. She doesn't do it ആണ്. ഒന്ന് ശ്രദ്ധിച്ചേ, she doesn't do it ആണ്. അപ്പോൾ എന്തായിരിക്കും ആൻസർ? Okay, so keep thinking. Nisha says A. Srikala A. Shija, Jisho says A. Okay, so the answer is make money. അതായത് എൻഡ് ഇൻ ഇറ്റ് സെൽഫ് എന്ന് വെച്ചാൽ ആ മ്യൂസിക് ആരി തുടങ്ങിയത് അത് ആരിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ്, and nothing else. So Ari hasn't taken this music for some other purpose. Okay, so doing something for just you want to do it, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ ഒരു ബെനിഫിറ്റ് കിട്ടുന്ന വേണ്ടിയിട്ടല്ല, വേറെ ഒരു കാര്യം നേടാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾ ആ ഒരു കാര്യം എടുക്കുന്നത്. അത് നിങ്ങൾക്ക് ചെയ്യണമെന്ന് തോന്നിയതുകൊണ്ട് നിങ്ങൾ ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ പറയുന്ന പോലെ ആരി ജസ്റ്റ് took that music because he want to take that music, but he is not just thinking about making money over here. Okay, അതാണ് ഇവിടെ ആൻസർ. ആൻസർ ഇസ് മേക്കിംഗ് മണി. ഓക്കെ, ഇപ്പോൾ നോക്കിക്കേ, ഇതിനകത്ത് നമുക്ക് രണ്ട് കാര്യം ചെയ്യാം. നോട്ട് ആൻഡ് എൻഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ആൻ എൻഡ് ഇൻ ഇറ്റ് സെൽഫ് എന്ന് പറയാം. ഐ ഗിവ് യു എൻ എക്സാമ്പിൾ. സ്പീച്ച് ഇസ് നോട്ട് ആൻ എൻഡ് ഇൻ ഇറ്റ് സെൽഫ്. ഓക്കെ, ബട്ട് എ മീൻസ് ടു കമ്മ്യൂണിക്കേറ്റ് സംതിങ്. ഓക്കെ, സ്പീച്ച് എന്ന് പറയുന്നത് അത് സംസാരിക്കാൻ വേണ്ടി മാത്രമല്ല, അതിന് വേറൊരു ഉദ്ദേശമുണ്ട്. നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അത്രയേ ഉള്ളൂ. ഓക്കെ, അതാണ് നമ്മുടെ അടുത്തൊരു ഉദ്ദേശം. ഹൗ ഡു യു കമ്മ്യൂണിക്കേറ്റ് ഇറ്റ് എഫക്റ്റീവ്ലി? സോ അവിടെ ഇറ്റ് ഈസ് നോട്ട് ആൻ എൻഡ് ഇൻ ഇറ്റ് സെൽഫ്. അത് സംസാരിക്കുന്നത് അതിനുവേണ്ടി മാത്രമല്ല, ജസ്റ്റ് അതൊരു കാര്യം കൂടി ഉണ്ട്, ടു കമ്മ്യൂണിക്കേറ്റ് എന്നുള്ളത്. നെക്സ്റ്റ്, ആൻ എൻഡ് ഇൻ ഇറ്റ് സെൽഫ് എന്ന് പറയുന്നത് റൈറ്റിംഗ് ബുക്ക് ഈസ് ആൻ എൻഡ് ഇൻ ഇറ്റ് സെൽഫ്. they don't really make that much money. Okay, writing ഒരു ജസ്റ്റ് ഒരു ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അതിൽ നിന്ന് നമ്മൾ മണി നേടിയെടുക്കാൻ അല്ലെങ്കിൽ സമ്പാദിച്ചെടുക്കാനല്ല നമ്മളത് ചെയ്യുന്നത്. ഓക്കെ, സോ രണ്ട് കാര്യത്തിലും നമുക്ക് പറയാം. നോട്ട് ആൻ എൻഡ് ഇൻ ഇറ്റ് സെൽഫ് എന്ന് പറയാം, നോട്ട് ആൻ എൻഡ് ഇൻ ഇറ്റ് സെൽഫ് എന്ന് പറയാം, അല്ലെങ്കിൽ എൻഡ് ഇൻ ഇറ്റ് സെൽഫ് എന്ന് പറയാം. ഓക്കെ, സോ യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
We normally travel in business class, but if all else fails, I guess we can go in economy class, first class, the baggage hold. Okay, we normally travel in business class, but if all else fails, I guess we can go in economy class, first class, the baggage hold. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ എന്തായിരിക്കും ആൻസർ? ഓക്കെ, യാ. സോ വി നോർമലി ട്രാവൽ ഇൻ ബിസിനസ് ക്ലാസ്, ഇഫ് ഓൾ എൽസ് ഫെയിൽസ്, അതാണ് ഫ്രേസ് ഇവിടെ നോക്കേണ്ടത്. സയ്യദ് സേസ് ബി. Okay, Sheena says B. Okay, so we normally travel in business class, but if all else fails, I guess we can go in economy class. Okay, Prisa says A. Okay, Manju says B. Okay, yes, the answer is, yeah, economy class. കാരണം ഇഫ് ഓൾ എൽസ് ഫെയിൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് ഒരു ഓപ്ഷൻ ഇല്ലെങ്കിൽ നമ്മൾ ഇതെടുക്കാം എന്നുള്ളതാണ് ഇഫ് ഓൾ എൽസ് ഫെയിൽസ്. ഓക്കെ, വെൻ യു പുട്ട് എ പ്ലാൻ, നമ്മൾ പറയത്തില്ല പ്ലാൻ ചെയ്തു ഇതൊന്നും വർക്കൗട്ട് ആയില്ലെങ്കിൽ നമുക്ക് ഇതെടുക്കാം, ഇതങ്ങ് ചെയ്താൽ മതി എന്ന് പറയുന്നതിനെയാണ് ഇഫ് ഓൾ എൽസ് ഫെയിൽസ്. ദാറ്റ് ഇസ് വാട്ട് എവർ യു ഹാവ് പ്ലാൻ, ഇഫ് ദാറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു വർക്ക്, ഇഫ് ഓൾ ഇസ് ഗോയിങ് ടു ഫെയിൽ, ദെൻ യു ആർ ഗോയിങ് ടു ടേക്ക് ദാറ്റ് ആസ് എൻ ഓപ്ഷൻ. വേറെ വഴിയില്ല, നമ്മൾ ഇതൊരു ഓപ്ഷൻ അങ്ങ് എടുക്കുകയാണ്, അത്രയേ ഉള്ളൂ. അതാണ് ഇതിൻ്റെ മീനിങ്. ഓക്കെ, so yes, with this I'm just completing my today's session. Thank you so much for your participation and your comments. It is really valuable for me, and thank you so much for supporting. Yes, really, അത് തീർച്ചയായും ഞാൻ മെൻഷൻ ചെയ്യേണ്ടി വരുന്നു ഇവിടെ. സോ നമുക്ക് നെക്സ്റ്റ് ട്യൂസ്ഡേ ബിറ്റ്വീൻ 4 to 5 കാണാം ഫ്ലുവൻസി ലൈവിൽ. പാർട്ട് 9 ഞാൻ നിങ്ങളെ മീറ്റ് ചെയ്യുന്നത്. സോ ഡു സപ്പോർട്ട് us, ആൻഡ് ആസ് ഐ സെഡ്, ലൈക്ക് നമ്മുടെ കുറേ ലൈവ് സെഷൻസ് വരുന്നുണ്ട്, നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മളതുപോലെ എല്ലാ ആഴ്ചയിലും എല്ലാ ദിവസവും നമ്മൾ ലൈവ് സെഷൻസ് റൺ ചെയ്യുന്നുണ്ട്. സോ പ്ലീസ് ഡു സപ്പോർട്ട് us and participate in that, and then that is like upgrade your knowledge. Definitely it is all the opportunity to learn that language, allada vera onnu alla. So thank you so much for watching. Take care and meet you next Tuesday between 4 to 5. Until then, bye from Indu Abhilash.